അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശോഭ ബോബസ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരങ്ങൾ രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ശോഭ ബോവസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ഇങ്ങനെ ഒരു അവസരം ഈ അരോമ ടിവിയിൽ ദൈവം ഒരുക്കി തന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോൺ ദൈവദാസനും, അതുപോലെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കൂടാതെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് തൽക്കാലം ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ശോഭ, സ്വന്തം നാട് എറണാകുളം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കോതമംഗലം ാണ്. എനിക്ക് ഇപ്പോൾ ഹസ്ബൻഡ്, 2 കുട്ടികൾ, ഞങ്ങൾ 4 പേരുണ്ട്. എന്നാൽ ഞാനൊരു ഹിന്ദു മാർഗത്തിലാണ് ജനിച്ച് വളർന്നതൊക്കെയും. ഞങ്ങൾ 4 മക്കൾ, 3 സഹോദരിമാർ, ഒരു സഹോദരൻ, എൻ്റെ മാതാവ്, പിതാവ്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എന്നാൽ എൻ്റെ പിതാവ് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഭയങ്കര ഒരു ക്രൂരനും, എന്ന് പറഞ്ഞാൽ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ചെറിയ നാൾ മുതൽ, ഓർമ്മ വെച്ച സമയം മുതൽ സമാധാനവും സന്തോഷവും എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കാരണം എല്ലാ ദിവസവും വീട്ടിൽ പ്രശ്നങ്ങളും ബഹളവും. എൻ്റെ പിതാവിൻ്റെ ഞങ്ങളോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ചെയ്യുന്നത് പോലെ ഭയങ്കര ക്രൂരതയാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് മൂത്ത 2 സഹോദരിമാര്, അവർക്ക് തിരിച്ചറിവായ സമയം മുതൽ അവരിങ്ങനെ ഒരു ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ്, ഞാൻ ചെറുതായതുകൊണ്ട് എൻ്റെ ചേച്ചിമാർ 2 പേരും കാണുന്ന എവിടെയെല്ലാം അമ്പലങ്ങളുണ്ടോ, എവിടെയെല്ലാം പള്ളികളുണ്ടോ, അവിടെ എല്ലാം എൻ്റെ ചേച്ചിമാർ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ ഒരു സാധുവാണ്. അമ്മ എന്നും പറയും, ഇത്രയും നാൾ നമ്മൾ ഈ ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ചു, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ പോകും, നേർച്ച കൊടുക്കും, വഴിപാടെല്ലാം കൊടുക്കും. എൻ്റെ പിതാവ് എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെട്ട് ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി എങ്ങനെയെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ അതെല്ലാം ഞങ്ങൾ, എൻ്റെ ചേച്ചിമാരും എൻ്റെ അമ്മയും കൂടെ ചെയ്തു നോക്കി. എന്നാൽ യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് ഓരോ ദിവസവും മദ്യപാനം കൂടി വരുന്നതല്ലാതെ ഒരു ദിവസം പോലും മദ്യപിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചേച്ചിമാരെന്നും പറയുമായിരുന്നു, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ചേച്ചിമാരും അമ്മയും കൂടെ സ്ഥിരം പറയുന്നൊരു വാക്കാണ്, നമുക്ക് മരിക്കണം, ജീവിച്ചിട്ട് പ്രതീക്ഷ ഒന്നുമില്ല, ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ യാതൊരു അവസ്ഥയുമില്ല. അങ്ങനെ
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ഫിഷിംഗ് ബോട്ട് സ്വന്തമായിട്ട് ക്രൂരമായി മദ്യപിച്ചിരിക്കുന്ന സാഹചര്യത്തില് വീട് പോലും നോക്കില്ല. ഞങ്ങളെ 3 പെൺമക്കളെ നോക്കില്ല. എനിക്കൊരു ആങ്ങളയാണുള്ളത്. എൻ്റെ ആങ്ങള എറണാകുളത്ത് മഹാരാജാസ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് എൻ്റെ ആങ്ങള ഒരു പാവമായിരുന്നു. സാധുവാണ്. ഇന്നത്തെ ആൺപിള്ളേരെ പോലെ ഒന്നും എൻ്റെ ആങ്ങളയ്ക്ക് തൻ്റെ ഇടത്തോടെ ഒന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പിതാവിനെ പേടിച്ചിട്ട്. അങ്ങനെ ആ സാഹചര്യത്തില് പിതാവ് ആരോടും പറയാതെ സ്വന്തമായിട്ട് ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങിച്ചു, ലോൺ എടുത്ത്. ആ ഫിഷിംഗ് ബോട്ട് വാങ്ങിച്ചിട്ട് അതിന്റെ ലോണൊന്നും കൃത്യമായിട്ട് അടക്കില്ലായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ലോൺ അടക്കാതെ ആയപ്പോൾ ഗവൺമെന്റ് ആ ബോട്ട് ജപ്തി ചെയ്തു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന എറണാകുളത്താണ്. എൻ്റെ ജനനവും എൻ്റെ സഹോദരിമാരുടെ, എൻ്റെ സഹോദരന്റെ ജനനവും എല്ലാം ഞങ്ങൾ എറണാകുളത്ത് കവിത എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിന്റെ സ്വന്തം അതിന്റെ ബാക്കിലാണ്. കോടിക്കണക്കിന് രൂപയുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ ബോട്ട് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പറ്റാതെ കൊണ്ട് അതിനുശേഷം ഗവൺമെന്റ് പറഞ്ഞു പൈസ ബോട്ടിന്റെ മാത്രമല്ല വർഷങ്ങളായിട്ട് പൈസ കൊടുക്കാതിരുന്നത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടും ജപ്തി ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ യാതൊരു മാർഗമില്ല. സഹോദരൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് എൻ്റെ ചേച്ചിമാർക്ക് അത്യാവശ്യം തിരിച്ചറിവൊക്കെ ആയി. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗവൺമെന്റ് ബോട്ട് ജപ്തി ചെയ്തു, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. ആ സാഹചര്യത്തിൽ എൻ്റെ പിതാവ് ഞങ്ങൾ ആരോടും പറയാതെ ഒരു എന്താ പറയണ്ടേ ഒരു അപമാനം കാരണം കുറെ നാൾ എവിടെയാണെന്ന് അറിയാതെ പിതാവും പോയി. പിന്നെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായക്ക് പോലും വകയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്നെല്ലാം ഞങ്ങള് വളർന്നു വരുമ്പോൾ ഞങ്ങള് ചേച്ചിമാര് പറയുന്നത് ഞാൻ കേൾക്കും, പിതാവില്ല, പിതാവ് എവിടെയാണെന്ന് അറിയില്ല, വീടില്ല, ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ യാതൊരു മാർഗമില്ല. അപ്പൊ ചേച്ചിമാര് പറയും സഹോദരൻ പഠിച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ അവസ്ഥയ്ക്കെല്ലാം ഒരു വ്യത്യാസം വരും. ഇപ്പൊ നമ്മളുടെ അവസ്ഥയെല്ലാം മാറും. നമുക്ക് ചിലപ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ പിതാവിനെ കാണുന്നില്ല. ഒരു വിധത്തിൽ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ എൻ്റെ ചേച്ചിമാർ ഏകദേശം ഒരുവിധമൊക്കെ 10-20 വയസ്സുള്ളൊക്കെ ആയി. അപ്പൊ ചേച്ചിമാര് പറഞ്ഞു ഇനി എന്തായാലും ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ ഒരു മാസത്തിന് ശേഷം അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് സഹായമായി ഭക്ഷണം തരും. അവർ ഞങ്ങള് ചെറിയ പെൺപിള്ളേരാണല്ലോ എന്ന് ഓർത്ത് അവരുടെ വീട്ടിൽ കുറച്ച് നാൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിപ്പിക്കും. പിതാവ് വരുന്നത് വരെയും ഇവിടെ താമസിച്ചു. അത് കഴിയുമ്പോൾ പിതാവ് വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജപ്തി ചെയ്ത വീടിന്റെ അടുത്ത് ഒരു ബന്ധു ഉണ്ടായിരുന്നു. അവര് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞങ്ങളെ പല പ്രാവശ്യം അവരുടെ വീടുകളിൽ താമസിപ്പിച്ചു. പക്ഷേ പിതാവ് വരുന്നില്ല. ഞങ്ങൾക്ക് ഭക്ഷണം തരണം, ഞങ്ങളെ താമസിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയില്ല. ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ അച്ഛൻ ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ചു. പക്ഷെ പഠിപ്പിക്കുമ്പോഴൊക്കെയും അവർ ഞങ്ങളെ പഠിപ്പിക്കും, പക്ഷെ ഞങ്ങളുടെ എല്ലാ ചെലവും അവർക്ക് വഹിക്കാൻ വയ്യെന്ന് പറയും. അങ്ങനെ ജീവിതത്തിലെ ഒരു എന്താ പറയണ്ടേ മുൻപോട്ട് പോകാൻ വയ്യാത്തൊരു വലിയൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ സഹോദരൻ അന്ന് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ജീവിക്കുന്നില്ല, കാരണം
നിങ്ങളെ നോക്കാനുള്ള ഒരു പ്രാപ്തി എനിക്കില്ല. പിന്നെ പിതാവ് ഈ അവസ്ഥയിൽ മുൻപോട്ട് പോയാൽ എല്ലാം കൂടെ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക, തൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെ കുടുംബ വീടുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഏകദേശം 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇനി നിങ്ങളെല്ലാവരെയും കൂടി നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. എന്നാലും ഞാൻ എൻ്റെ മദ്യപാനം നിർത്താൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള വീട്ടുകാരെല്ലാം പിതാവിന് വന്ന് ഉപദേശിച്ചു. ഈ ആൺകൊച്ചിനെ നോക്കണ്ട, പക്ഷേ ഈ 3 സഹോദരി പിള്ളേര് എന്ത് ചെയ്യും, അവരെങ്ങനെ ജീവിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് പറഞ്ഞു. എനിക്കറിയില്ല, എന്നെ കൊണ്ട് ഇനി വേറെ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരി പഞ്ചായത്ത് വഴി ഒരു ചെറിയ ജോലിക്ക് വേണ്ടി കൽക്കട്ടയ്ക്ക് പോയി. നിസ്സാര തുക ചേച്ചി കൽക്കട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോയി. എങ്കിലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള യാതൊരു വഴിയുമില്ല. അങ്ങനെ പല വീടുകളിലും മാറി മാറി വാടകയ്ക്ക് താമസിച്ച് അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എപ്പോഴും പിതാവിൻ്റെ അച്ഛൻ വന്ന് ഞങ്ങളെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇനി വിളിക്കാവുന്നതിൻ്റെ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ നിയമപ്രകാരം ഞങ്ങൾ വിളിക്കാവുന്നതിൻ്റെ പരമാവധി ദേവന്മാരെ വിളിച്ചു. പിന്നെ ക്രിസ്ത്യാനികളുടെ ചെട്ടിക്കാട്, ചുള്ളിക്കല്, വല്ലാർ വളത്തമ്മ, എവിടെയെല്ലാം ഞങ്ങൾ ഹിന്ദുക്കളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നോർത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളികളിലെ ചെട്ടിക്കാട് പല സ്ഥലത്തും ഞങ്ങൾ നൊവേന നേർന്നു, വഴിപാട് നേർന്നു. എങ്ങനെയെങ്കിലും ഈ പിതാവിൻ്റെ മദ്യപാനം ഒന്ന് മാറി ഞങ്ങൾക്കൊരു നല്ല അവസ്ഥയ്ക്ക് വേണ്ടി സാധാരണ കൂടെ പഠിക്കുന്ന സഹോദരി പിള്ളേരും അടുത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കളുടെ പിള്ളേരൊക്കെ നന്നായിട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിലും നമ്മൾക്കൊരു നേരമെങ്കിലും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് എല്ലാവരുമായിട്ട്, അല്ലെങ്കിൽ പിതാവും എല്ലാവരുമായിട്ട് സമാധാനത്തോടെ ജീവിക്കാനൊരു അവസരത്തിന് വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അടുത്തുള്ളവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതൊന്നും കാണാനും കേൾക്കാനും സഹോദരങ്ങളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന ദേവന്മാരോ ആരും ഞങ്ങളെ ആ സമയത്ത് സഹായിച്ചില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പിതാവിൻ്റെ വീട്ടിലും വന്ന് അവിടെ ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കും. എൻ്റെ സഹോദരൻ SLCക്ക് പഠിക്കുന്ന സമയത്ത് മോഡൽ എക്സാമിന് ഒരു വിഷയത്തിന് ഫെയിലായിപ്പോയി. അതിന് മാസങ്ങളോളം പിതാവ് വരാതിരുന്നിട്ട് അന്ന് വന്നിട്ട് എൻ്റെ ബ്രദറെ കുടുംബ വീട്ടിലെ ജനലയിൽ കെട്ടിയിട്ടു, ക്രൂരമായി മർദ്ദിച്ചു. എല്ലാവരും പിടിച്ചിട്ടും ആരും എന്തു പറഞ്ഞിട്ടും പിതാവ് കേട്ടില്ല. മർദ്ദിച്ച് 15 വയസ്സേ ചേട്ടനുള്ളൂ, താഴെ വീണു. ആ സമയത്ത് എൻ്റെ പിതാവ് ഇറങ്ങിപ്പോയി. എൻ്റെ പിതാവിൻ്റെ അച്ഛനും അടുത്തുള്ളവരെല്ലാം ഓടി വന്നു, സഹോദരനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. പക്ഷേ ചേട്ടൻ അന്ന് നിൽക്കാൻ പോലും വയ്യാത്ത ക്രൂരമായി മർദ്ദനം കാരണം ദേഹത്തെല്ലാം വടിയുടെ പാടും വടിയുടെ കഷ്ണങ്ങളെല്ലാം ദേഹത്തിരിക്കുമ്പോൾ അടുത്തുള്ള എല്ലാവരും വന്ന് പിതാവിന് വഴക്ക് പറഞ്ഞുകൊണ്ട് പിതാവ് അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി എൻ്റെ ആങ്ങള ഞങ്ങളെ 3 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നേവിക്ക് ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, നേവിയുടെ ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, എനിക്ക് വെളുപ്പിന് പോകണം. ആ വയ്യാത്ത ക്രൂരമായി മർദ്ദിച്ച് താഴെ കിടക്കുന്ന സഹോദരൻ എഴുന്നേറ്റു. തൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരാഴ്ചയോളം എനിക്ക് നേവിയുടെ ഇതുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, വയ്യ എങ്കിലും ഞാൻ പോകുന്നു, ഇനി ഇവിടെ കിടന്നിട്ട് എനിക്ക് കാര്യമൊന്നുമില്ലെങ്കിലും ഞാൻ പോവുകയാന്ന് പറഞ്ഞു.
അങ്ങനെ അമ്മയും ചേച്ചിമാരും കൂടെ കൂടി ചേട്ടൻ്റെ മുറിവെല്ലാം തുടച്ചു. അടുത്ത വീട്ടുകാർക്ക് ഭയങ്കര സഹതാപമായിരുന്നു. അവരെല്ലാവരും കയറി വന്നു. അവർ പറഞ്ഞു സാരമില്ല, എന്നെങ്കിലും ഇതിനൊരു മാറ്റം വരുമായിരിക്കും എന്ന് പറഞ്ഞു. ചേട്ടൻ അന്ന് രാത്രി പിതാവ് പോയതിന് ശേഷം തൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോകാൻ നേരത്ത് അമ്മേനോടും ഞങ്ങളോട് 3 പേരോടും വിളിച്ചു പറഞ്ഞു, എന്നെക്കൊണ്ട് പിതാവിനെ തടയാനുള്ള ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി പിതാവിൻ്റെ അടി കൊള്ളാതെ അല്ലെങ്കിൽ മർദ്ദനം കൊള്ളാതെ മദ്യപിച്ച് വരുമ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും മാറിപ്പോണം. ഞാനിനി എന്നാ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ. അന്ന് രാത്രി വീട് വിട്ടിറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എറണാകുളം ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ചെറിയൊരു കത്ത് കൊടുത്തയച്ചു. ഞാനിനി വീട്ടിലേക്കില്ല. പിതാവിൻ്റെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ തന്നെയുമല്ല എൻ്റെ മാതാവിനെ അടിക്കുകയും എൻ്റെ മാതാവിൻ്റെ മുടിയെല്ലാം ചുരുട്ടി പിടിച്ച് പുറത്തേക്കൊക്കെ എറിയും, താഴെയിട്ട് ചവിട്ടി ഇടിച്ചു. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന പോലെ മാതാവിനെ ചെയ്യും. അപ്പം അതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. ഞാനിനി തിരിച്ചു വരുന്നില്ല. പക്ഷേ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല. 10 പൈസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ആ കത്ത് ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. പിന്നെ ഞങ്ങൾ വീടൊരുമാരാണ്. വീടിന് തുല്യമായി. കാരണം എല്ലാ പ്രതീക്ഷയും വെച്ചിരുന്ന ചേട്ടനും പോയി. ഇളയതാ ഞാൻ, ഏറ്റവും ഇളയത് ഞാൻ. അപ്പം സഹോദരിമാര് ബഹളമായി. എൻ്റെ പിതാവിൻ്റെ അമ്മയും മാതാവും എല്ലാവരും ഭയങ്കര ഒരു മരണ വീടിന് തുല്യമായി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പിതാവും പോയിട്ട് ചേട്ടനെ തല്ലിയതിന് ശേഷം പിതാവ് ഇറങ്ങിപ്പോയി. പിന്നെ ചേട്ടനും കൂടെ പോയതുകൊണ്ട് ചേച്ചിമാര് ജീവിക്കില്ല, ഇനി അവർക്ക് ജീവിക്കണ്ട. അപ്പം ഞാൻ ചെറുതായതുകൊണ്ട് ചേച്ചിമാർ നിർബന്ധം പറഞ്ഞ് ഞങ്ങൾ ഇനി എന്തായാലും ജീവിക്കില്ല. അങ്ങനെ പല പ്രാവശ്യം അന്നൊക്കെ ഞങ്ങളുടെ എറണാകുളത്ത് ഉതളങ്ങ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. 2 ചേച്ചിമാരും കൂടെ ആ ഉതളങ്ങയുടെ അകത്ത് കുരു പല പ്രാവശ്യം രാത്രി അത് തിന്നാ മരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചേച്ചിമാർ 2 പേരും പല പ്രാവശ്യം ഉതളങ്ങയുടെ കുരു എടുത്ത് മരിക്കാനായിട്ട് അത് കഴിച്ചു. പക്ഷേ ആരെങ്കിലും കണ്ട് വായിന്ന് ഇങ്ങനെ നുരയും പതയൊക്കെ വരുന്ന കാരണം ആരെങ്കിലും കണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. തിരിച്ച് അവർ വരും, ബോധം കിട്ടുമ്പോഴെല്ലാവരും പറയും ഞങ്ങൾ ജീവിക്കില്ല, ഞങ്ങൾ ജീവിക്കില്ല. പിന്നെ അപ്പം എനിക്കൊരുവിധം തിരിച്ചറിവായപ്പോൾ ചേച്ചിമാർ 2 പേരും എന്നോടും പറയാൻ തുടങ്ങിയടി നമ്മൾ ജീവിക്കണ്ട. കാരണം ആങ്ങളെ പോയി, പിതാവ് പിന്നെ മാസത്തിലൊരു പ്രാവശ്യം വന്നത്, പിന്നെ അങ്ങനെ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ പിതാവിൻ്റെ അച്ഛൻ്റെ കരുണമുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ പിതാവിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് പിതാവിൻ്റെ സഹോദരന്മാർ, അച്ഛന് 3 അനിയന്മാരായിരുന്നു, അവർ വിളിച്ചു പറഞ്ഞു ഒരു നിവൃത്തിയും ഇല്ലാത്തവരായിരുന്നെങ്കിൽ ഈ പിള്ളേരെ നോക്കായിരുന്നു. പക്ഷേ കോടിക്കണക്കിന് രൂപയുണ്ടായിട്ട് അതെല്ലാം നശിപ്പിച്ചു. സ്വന്തം മോനെയും തല്ലി ഓടിച്ചു. ഇവരെ ഇനി ഇവിടെ താമസിക്കാൻ, ഞങ്ങളെ ഓർത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിതാവ് പിന്നെ ആ വീട്ടിൽ കയറി വരുന്നത് കൊണ്ട് ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം ഉപദ്രവമായി. അച്ഛൻ്റെ അനിയന്മാർ വന്ന് ഞങ്ങളോട് നേരിട്ട് പറയില്ല, അച്ഛൻ്റെ അമ്മനോട് പറഞ്ഞിട്ട് പോകും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവരെ കാണാൻ പാടില്ല, ഇവർ ഇറക്കി വിട്ടേക്കണം എന്ന് പറയും. പക്ഷേ ഞങ്ങൾ പെൺപിള്ളേരായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ വല്യമ്മച്ചി പറയും ഞങ്ങളുടെ മരണം വരെയും പിള്ളേരെ പുറത്ത് വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി കേസ് കൊടുത്തു. ഞങ്ങളുടെ എറണാകുളത്ത് താമസിച്ചിരുന്നത് ഞങ്ങളുടെ സ്വന്തം കുടുംബ വീട് വൈപ്പിനിലായിരുന്നു. അവിടെ ആ വീടാണ് പോലീസുകാർ വന്ന് അച്ഛൻ്റെ ഇളയച്ചന്മാർ പോയി കേസ് കൊടുത്തുകൊണ്ട് പോലീസുകാർ വീട്ടിൽ വന്നു. ഞങ്ങളോട് പറഞ്ഞു സ്ഥലം അവകാശം വെക്കണം. പിതാവിൻ്റെ അനിയന്മാർ നിർബന്ധിക്കുന്നതുകൊണ്ട് ഇനി ഇവിടെ കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞു.
കേസായി. എൻ്റെ പിതാവിൻ്റെ അമ്മ മരിച്ചിട്ട് 10 ദിവസം പോലും ആയില്ലായിരുന്നു. ആ സമയത്ത് പോലീസ് വന്നു ഞങ്ങളുടെ കുടുംബ വീട് പൊളിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ 3 സെന്റ് സ്ഥലം അന്ന് തന്നെ ഞങ്ങൾക്ക് പഴയ കുടുംബ വീടായതുകൊണ്ട് അച്ഛൻ്റെ സഹോദരന്മാർ അവരുടെ ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് 7 മുറിയും ഉള്ള നല്ലൊരു പഴയ കുടുംബ വീടായിരുന്നു. പക്ഷെ അത് നിമിഷ നേരം കൊണ്ട് എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ അമ്മ മരിച്ചിട്ട് ശവം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടെല്ലാം ഇടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവരുടെ 7 സെന്റ് അവരുടെ ഇളയച്ചന്മാർ അവകാശം അളന്നെടുത്തു. ഞങ്ങൾക്ക് 3 സെന്റ് അവിടെ അളന്നു തന്നു. അന്ന് രാത്രി ഞങ്ങൾക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല, വീടില്ല. ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ചുറ്റുപാടുള്ളവരെല്ലാം കൂടെ കൂടി വന്നു. ഞങ്ങൾക്ക് അന്ന് രാത്രി എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടി ആ 3 സെന്റ് സ്ഥലത്ത് ഞങ്ങൾക്കൊരു ചെറിയ എന്ന് പറഞ്ഞാൽ ഒറ്റമുറി, ഈ ചെറിയ ആടുകൾക്കൊക്കെ കിടക്കാൻ വിധത്തിലുള്ള ഒരു കുഞ്ഞു വീട്, അവിടെയുള്ള അടുത്തുള്ളവരുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ വീടുണ്ടാക്കി അവർ തന്നു. ആ സമയത്തൊന്നും പിതാവില്ല, സഹോദരനില്ല. പിന്നെ ചേച്ചിമാര് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനും ചിന്തിക്കാൻ തുടങ്ങി, സത്യമായിട്ടും ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ല. കാരണം ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതിരുന്ന സമയത്തും എൻ്റെ ചേച്ചി കൽക്കട്ടക്ക് പോയി ആ തരുന്ന പൈസ കൊണ്ടും അതിൽ നിന്നും ഒരു ഓഹരി എടുത്ത് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പിന്നെ ഞാൻ പോകാൻ തുടങ്ങി. അവിടെ നേർച്ച കൊടുക്കാൻ തുടങ്ങി, അവിടുത്തെ അമ്പലത്തിലെ ദേവിക്ക് പട്ട് കൊടുക്കാൻ തുടങ്ങി, താലി കൊടുക്കാൻ തുടങ്ങി. അത് ഈ ചേച്ചി തരുന്ന തുച്ഛമായ വരുമാനം ഞങ്ങൾ ജീവിക്കാൻ തരുന്ന പൈസയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ആ ഒരു വീട്ടില് കുഞ്ഞൊരു മുറിയിൽ ഞങ്ങള്, ചേച്ചി കൽക്കട്ടയിലാണ്, ഞങ്ങൾ എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിതാവിൻ്റെ അച്ഛനുണ്ട്. അപ്പൊ അത്രയും പേർക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം റൂമിലില്ല. അങ്ങനെ ഞാനും ചിന്തിക്കാൻ തുടങ്ങി, വേണ്ട ഇനി ജീവിക്കണ്ട. കാരണം ചേച്ചിമാർ അന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചെറിയൊരു പ്രായം ആയതുകൊണ്ട് ഏകദേശം എനിക്ക് അന്ന് 10-14 വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ചിന്തിക്കും മരിക്കണ്ട, പേടിയാണ്, എങ്ങനെ മരിക്കും എന്ന് പറയും. പക്ഷെ പിന്നീട് അമ്മ പറയാൻ തുടങ്ങി, നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോ, കാരണം ഇനി നമുക്ക് ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കാൻ നോക്കി, എന്നെ കൊണ്ടൊന്നും നിർത്തില്ല. അപ്പം അമ്മ രോഗിയായി. എന്നും പിതാവിൻ്റെ അടിയും ഇടിയും ചവിട്ടും എല്ലാം കൊണ്ട് എൻ്റെ മാതാവ് രോഗിയായി. ഞങ്ങൾ അച്ഛൻ്റെ അനിയന്മാരെല്ലാം കൈവിട്ടു. പിന്നെ ആരെങ്കിലും തൊട്ടടുത്തുള്ളവരാരെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുത്തരും. നിത്യം അങ്ങനെ തന്നെയായി. അങ്ങനെ ഞാനും എൻ്റെ ചെറുപ്രായത്തിൽ ചിന്തിച്ചു, ഇനി ജീവിക്കണ്ട. ചേച്ചി പറഞ്ഞ പോലെ തന്നെ. അപ്പം മൂത്ത ചേച്ചി കൽക്കട്ടയിലാണ്, വേറെ ആരും, രണ്ടാമത്തെ ചേച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനും ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയെല്ലാം വിളിച്ചിട്ട് എൻ്റെ ആങ്ങളെ കാണാതെ പോയി, പിതാവില്ല, ഞങ്ങൾ 2 സഹോദരിമാർ മാത്രമായി. എൻ്റെ ഒരു സാധുവായ ഒരു അമ്മയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അവരെല്ലാം ചിന്തിക്കുന്നത് ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെൺപിള്ളേരാണ്, ചിലപ്പോൾ ഞങ്ങളെ കെട്ടിച്ചടക്കേണ്ടി വരും, ഞങ്ങളുടെ ബാധ്യതകൾ അവർ ഏറ്റെടുക്കണം, അതുകൊണ്ട് ആരും സഹായിക്കില്ല. പിന്നെ അടുത്തുള്ളവരിൽ മാത്രം വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തരും. അങ്ങനെ പട്ടിണി. പിന്നെ ജീവിതത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഇല്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 15-16 വയസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരും കൂടെയൊക്കെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ തന്നു. എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഹിന്ദുവാണ്, ചേച്ചി എഞ്ചിനീയറാണ്. അപ്പം ആ ചേച്ചി വന്ന് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എല്ലാവരും ഞങ്ങളോട് പറയും, എങ്ങനെയെങ്കിലും നിങ്ങൾ ആരുടെയും കൂടെയെങ്കിലും നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങളുടെ ജീവിതം നോക്കിക്കോ, നിങ്ങളുടെ പിതാവ് നിങ്ങളൊന്നും അന്വേഷിക്കില്ല, ഇനി നിങ്ങളുടെ ആങ്ങളയില്ല, നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ചെയ്തു, ആരും നിങ്ങൾ നോക്കണ്ട, അമ്മേനെ നോക്കണ്ട, കാരണം നിങ്ങളുടെ ജീവിതം ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിലായി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തോളാൻ പറയും. പക്ഷേ എങ്കിലും രണ്ടാമത്തെ ചേച്ചി പറയും, രണ്ടാമത്തെ ചേച്ചി കുറച്ച് നാൾ ചേച്ചി ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ പോയി. അങ്ങനെ എൻ്റെ അമ്മയുടെ ആങ്ങള മുറച്ചെറുക്കനുണ്ടായിരുന്നു, ആ
എൻ്റെ അമ്മയുടെ ആങ്ങള മുറച്ചെറുക്കൻ വന്ന് രണ്ടാമത്തെ ചേച്ചീനെ ചെറിയ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ച് ചെറുതായിട്ടൊരു മാലയും താലിയിട്ട് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് തോതിൽ ഒരു കല്യാണം പോലെ അതങ്ങ് നടത്തി എൻ്റെ രണ്ടാമത്തെ ചേച്ചി അങ്ങനെ രക്ഷപ്പെട്ടു. ആങ്ങളയില്ല. മൂത്ത ചേച്ചി കൽക്കട്ടയിലാണ്. പിന്നെ സകല ബാധ്യതയും എനിക്ക് വന്നു. എന്ത് ചെയ്യണമെന്നും അറിയില്ല. സാധുവായ അമ്മേനെ നോക്കണം. ആ സാഹചര്യത്തിൽ എൻ്റെ പിതാവിൻ്റെ അച്ഛനും മരിച്ചു. പിന്നെ എൻ്റെ അമ്മയും ഞാനും ഒറ്റയ്ക്കായി. അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും ഞാനും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം അറിയാവുന്ന ചേച്ചിയാണ്. വന്ന് എന്നോട് പറഞ്ഞു, വത്സി എന്ന് പറയും ചേച്ചി, ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞ് ആ ചേച്ചി റേഡിയോ കറസ്പോണ്ടന്റ് കോഴ്സ് വഴി സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞ് വിശ്വാസത്തിൽ വന്ന് ഒരുപാട് ആ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിനെ മർദ്ദിക്കുകയും ഭയങ്കര പ്രശ്നമായിട്ട് ഒറ്റപ്പെട്ട ആ ചേച്ചി നിൽക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഈ ചേച്ചി വന്ന് അന്ന് രാത്രി വൈകിട്ട് ഞാനും എൻ്റെ അമ്മയും മാത്രമുള്ള ആ സാഹചര്യത്തിൽ എന്നോട് വന്നിട്ട് പറഞ്ഞ്, ഇത്രയും നാളും നിങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തില്ലേ? നിങ്ങൾ വിളിക്കാവുന്ന എല്ലാ ദേവന്മാരെയും വിളിച്ചു. എല്ലാ പള്ളികളിലും നിങ്ങൾ പോയി നൊവേന കഴിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പോലും പരിഹാരം വന്നില്ല. അന്നൊക്കെ ഈ ചേച്ചീനെ ഇങ്ങനെ വീടുകളിൽ യേശുവിനെ സുവിശേഷം കേട്ട് ആ ചേച്ചി വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഈ ചേച്ചീനെ ഒറ്റപ്പെടുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു, എന്നെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല. ഞാനിങ്ങനെ ഒരു യേശുവിനെ കൊണ്ട്, പക്ഷേ ഞാൻ ഈ യേശുവിന് മാത്രം ദൈവമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഈ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. ഈ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും എനിക്കതൊന്നും എന്താ പറയുന്നത്, എനിക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഞാൻ ഇത്രയും നാൾ ഹിന്ദുവായിട്ട് ജീവിച്ചു. ഞാനൊരു ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊരു പരിഹാരം വരാൻ വേണ്ടി ഞാൻ ഒരുപാട് അമ്പലങ്ങളെല്ലാം ഞാൻ പോയി പ്രാർത്ഥിച്ചാണ്. എനിക്കൊരു പരിഹാരം കിട്ടിയില്ല. പക്ഷേ ഞാൻ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിനെ വിളിച്ച് ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷേ എങ്കിലും എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് സമാധാനം കിട്ടി. അതുകൊണ്ട് ആ ഒരു യേശു നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് യേശുവിനെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നിനക്ക് ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് നോക്കിയിരിക്കുന്ന കാരണം വിളിക്കാവുന്നതിന്റെ പരമാവധി എല്ലാവരെയും വിളിച്ചു, എല്ലാ ദേവന്മാരെയും വിളിച്ചു, എല്ലാ ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ പോയി. ഒരു പ്രതീക്ഷയില്ല. ആങ്ങള പോയി, അച്ഛനില്ല, ഒന്നുമില്ല. ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനിരിക്കുന്ന സമയത്താണ് ഈ ചേച്ചി എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി വന്ന് പറയുന്ന വൈകിട്ടാ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പരീക്ഷിച്ച് ഇത്ര നിങ്ങൾ ചെയ്തതല്ലേ, നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിന്നെ യേശു ഉറപ്പായിട്ട്, എന്നെ രക്ഷിച്ച യേശു നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞു, നീ ഒറ്റ വാക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ജീവിക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ, ആ യേശു ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണം. എന്നെ രക്ഷിച്ചാൽ ഞാൻ ആ യേശുവിന് വേണ്ടി ജീവിക്കും. ഇത്രയും മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചി യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? അപ്പൊ ചേച്ചി പറഞ്ഞു, അല്ല, യേശു എല്ലാവരുടെയും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ രക്ഷിക്കില്ലല്ല, ആ യേശു ഇന്ന് നിന്നെ രക്ഷിക്കുന്ന ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചി പോയി. അപ്പൊ എൻ്റെ അമ്മ ഈ ചേച്ചി പറയുന്നത് കേട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇത്രയും നാൾ നമ്മൾ ഒരുപാട് ദേവാലയം എല്ലാവരും വിളിച്ചതല്ലേ, നീ ഒന്ന് വത്സ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്, രക്ഷപ്പെട്ടാലേ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാലാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി അത് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോയി. അപ്പൊ ഞങ്ങളുടെ ആ ഒരു കുഞ്ഞു മുറിയാണ്, ഒരു മുറിയാണ്. അപ്പൊ ആ വീട് ഞങ്ങൾക്ക് തൊട്ടടുത്ത ആൾക്കാര് പണിഞ്ഞു തന്ന എന്ന് പറഞ്ഞാല് ആ ഒരു ദിവസം കൊണ്ട് പനമ്പ് വെച്ച് ആകെ മൂടി തന്നിട്ട് അന്നല്ലാതെ പിന്നെ ആ വീട്ടില് ഒന്നും ആരും ചെയ്തിട്ടില്ല. അപ്പൊ മോള് മുഴുവനും ദ്രവിച്ചു പോയി. മഴ പെയ്താല് എൻ്റെ അമ്മയും ഞാനും ആ മഴവെള്ളത്തിൽ കിടന്നാണ് ജീവിക്കുന്നത്. പിന്നെ മോള് കെട്ടാൻ അന്ന് അവര് സഹായിച്ചെന്നല്ലാതെ പിന്നെ ആരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മോളിൽ ഇങ്ങനെ ഓലയുടെ ഈർക്കിലുകൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് പതുക്കെ ചവിട്ടിയാല് വീട് ഡോറൊക്കെ തകർന്നു പോകും. അപ്പൊ ഒരിക്കലും സമാധാനത്തോടെ ഒരു രാത്രി പോലും ഞങ്ങൾ കിടന്നിട്ടില്ല. കാരണം അമ്മയും ഞാനും തന്നെ ഉള്ള ഒരു സുരക്ഷിതമില്ല. ആരെങ്കിലും ഒന്ന് തള്ളിയാലും മറിഞ്ഞു പോകുന്ന ഒരു വീട്. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്നിട്ടില്ല. അപ്പൊ അവിടെയാണ് ഈ ചേച്ചി വന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ
ചേച്ചി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഒന്ന് ശ്രമിച്ചു നോക്കാം, അമ്മയും പറയുന്നല്ലേ എന്ന് ഓർത്ത്. ഏകദേശം രാത്രി ഒരു 12 മണിയായി. 12 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചി എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മ കിടന്നുറങ്ങിയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, എനിക്ക് യേശു ആരാണെന്നറിയില്ല, ഞാൻ ഹിന്ദുവാണ്, ഇതുവരെയും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളാകെ തകർന്നു, ഇനി മുൻപോട്ട് പോകാനൊരു നിവർത്തിയില്ല. യേശു എന്ന് പറഞ്ഞ ദൈവം ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്കത് ദൈവം വെളിപ്പെടുത്തി തരണം. അങ്ങനെ എനിക്ക് യേശു വെളിപ്പെടുത്തി തന്നാൽ ഞാൻ ആ യേശുവിന് വേണ്ടി എൻ്റെ ജീവകാലം മുഴുവനും ഞാൻ ജീവിച്ചോളാം. വേറെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞു. ഒറ്റ മുറിയുള്ളൂ, മോള് മുഴുവനും തുറന്നു കിടക്കുകയാണ്. അപ്പൊ അതിന്റെ രാത്രി ആയതുകൊണ്ട് ആ പ്രകാശം വീട്ടിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇരിക്കുന്ന മുറി 1000 ട്യൂബ് എങ്ങനെ പ്രകാശിക്കും അതുപോലെ ഞാൻ എന്നെ മാത്രം മൂടി. ഒരു 10 മിനിറ്റോളം അതിങ്ങനെ ആദ്യം തന്നെ ചെറുതായിട്ട് എൻ്റെ ദേഹത്തേക്ക് വന്നു. അത് വലുതായി 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 ഞാൻ ആ പ്രകാശത്തിനകത്തായി. അപ്പൊ എനിക്ക് ഉള്ളിൽ ഒരു പേടി പോലെ തോന്നി. ഞാൻ അമ്മനെ നോക്കിയപ്പോ അമ്മ അവിടെ താഴെ കിടന്ന് അമ്മ ഉറങ്ങുന്നുണ്ട്, ഞാനും അമ്മയും തന്നെ ഉള്ളൂ. അങ്ങനെ ആ പ്രകാശം മൂടി 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 അതങ്ങ് വലുതായി. എനിക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ആ പ്രകാശം എത്തി. അപ്പൊ ഞാൻ അതിനകത്താണ്. അങ്ങനെ ഉള്ളില് പക്ഷെ അങ്ങനെ ഒരു പ്രകാശം ഞാൻ അങ്ങനെ മൂടിയെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ വരുന്നത് പോലെ എൻ്റെ മനസ്സിൽ വരെയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത് സത്യം, ഇത് ദൈവമാണ് എനിക്കിത് തരുന്നത്. അല്ലാതെ ഞാൻ ഇത്രയും നാൾ അമ്പലത്തിൽ പോയി, ഞാൻ പള്ളിയിൽ പോയി പല പ്രാവശ്യം തകർന്നും നുറുങ്ങിയും വീടിന്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ് അമ്പലങ്ങളിലും പള്ളിയിലും പ്രാർത്ഥിച്ചിട്ടും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പോലും നമ്മളോട് ചോദിച്ചിട്ടില്ല എന്തിനാ കരയുന്നത്, അല്ലെങ്കിൽ എന്തിനാ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം മാറും. ഓരോ പ്രാവശ്യവും പ്രതീക്ഷിച്ച് നാളെ ദൈവം പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ച് അവിടുന്ന് മടങ്ങി വരുന്നതല്ലാതെ ഒരു ആശ്വാസമോ ഒരു സന്തോഷമോ എങ്ങൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രകാശത്തിൽ ഞാൻ മൂടിക്കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് മനസ്സിലായി, ഇതെന്നെ ദൈവം യേശു എന്ന് പറഞ്ഞാൽ ഞാനൊരു അടയാളം ചോദിച്ചത്, എനിക്കൊരു അടയാളം വേണം, എങ്ങനെ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കും, അതിനെനിക്ക് ദൈവം ഒരു അടയാളം തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടേ വാക്ക് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പ്രകാശം മൂടിയിട്ട് അത് കുറേ സമയം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞത് കുറഞ്ഞു 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 അതങ്ങ് ഇല്ലാതെയായി. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയതുപോലെ ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പ്രകാശം എന്നെ മൂടി. അതിൻ്റെ അകത്ത് ഞാനായി എന്ന് പറയാൻ വയ്യാത്തൊരു നമ്മുടെ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒക്കെ ചെന്ന് അവിടെയൊന്നും അല്ലാത്ത അത്രയും ഒരു പ്രകാശമാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു പ്രകാശമാണ്. അതെൻ്റെ ഈ കുഞ്ഞു വീടായതുകൊണ്ട് വീടങ്ങ് നിറഞ്ഞ് ഞാൻ നിൽക്കുന്ന അത്രയും പ്രകാശം. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്, യേശുവിന്റെ രൂപത്തിന്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ പ്രകാശം വന്ന് നിൽക്കുന്ന ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതെന്റെ മനസ്സിലോട്ട് വന്നു. അങ്ങനെ ഞാൻ വേഗം അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞു, ചിലപ്പോ ദൈവം എന്തെങ്കിലും നിനക്ക് നീ പ്രാർത്ഥിച്ച പോലെ തന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഒരു വിധത്തിൽ ഞാൻ നേരം വിളിപ്പിച്ച് എൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി കഴിഞ്ഞ രാത്രി ഞാനിങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു, എന്നെ ദൈവം ഒരു വലിയ പ്രകാശത്തിന്റെ അകത്താക്കി. കുറെ സമയം കഴിഞ്ഞ് അതങ്ങനെ നിന്നിട്ടാണ് ആ പ്രകാശം മാറിപ്പോയി എന്ന് പറഞ്ഞു. ചേച്ചി വേഗം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇത്രയും നാളായി ദൈവത്തെ വിളിച്ചിട്ട് എനിക്കൊരു അടയാളം ഒരു അത്ഭുതം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സുവിശേഷം റേഡിയോയിൽ കൂടി കേട്ട് വിശ്വസിച്ചെന്നല്ലാതെ ഇങ്ങനെ ഒന്നും എനിക്ക് കിട്ടില്ല. അപ്പൊ നീ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിന്നെ ദൈവത്തിന് വേണം, യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ യേശുവാണ് നിനക്ക് ഈ പ്രകാശം തന്നത്. കാരണം നീ വിശ്വസിക്കണം, നീ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ നിനക്ക് തന്നാന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി എൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി യേശു നിന്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കരുത് എന്നും പറഞ്ഞ് ചേച്ചി ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു ചെറുതെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, അതിന്റെ സൈഡിൽ നിന്റെ വേദനകളും നിന്റെ കഷ്ടത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും എല്ലാം അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നിന്റെ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നീ അതിൽ വെച്ച് ഇത് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മൾ ചോദിച്ചു, നീ ഇന്നലെ എങ്ങനെ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, എന്ത് പ്രാർത്ഥിച്ചാലും യേശു കേൾക്കും, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി എന്നെ എന്റെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ആശ്വാസമായി.
ആ ന്യൂ ടെസ്റ്റ്മെന്റും കൂടി ഞാൻ വീട്ടിൽ വന്നു. ഞാനങ്ങനെ ബൈബിൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ്, ഞങ്ങളുടെ പരിസരത്ത് മിക്കവരും ക്രിസ്ത്യാനികളാണ്. കരിസ്മാറ്റിക്കിന്റെ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്ന ആരും ഇങ്ങനെ ഒരു കഷ്ടത്തിലായിട്ട് പോലും ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു യേശു ഉണ്ടെന്നും അല്ലെങ്കിൽ യേശു നമ്മളെ രക്ഷിക്കുമെന്നും ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ചേച്ചി എനിക്ക് ആ ബൈബിള് തന്നു. അന്ന് രാവിലെ സമയം ഞാൻ ആ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ബൈബിൾ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, പക്ഷേ കഴിഞ്ഞ രാത്രി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ യേശു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ബൈബിളിൽ കൂടി എന്തെങ്കിലും ദൈവം ഒരു വാക്യം എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ചു, ബൈബിൾ എടുത്തു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നു. അപ്പോൾ ദൈവം എനിക്ക് തന്ന വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. മുൻപേ നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. ഈ വാക്യം തന്നു. അപ്പൊ അതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അത് ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവന്നു. ചേച്ചി പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതി എന്ന് പറഞ്ഞാൽ ആദ്യം നീ ദൈവത്തിൽ ഇപ്പൊ നീ വിശ്വസിച്ചില്ലേ, ഇനി നീ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ബാക്കിയെല്ലാം തരും എന്നാണ് ദൈവവചനം പറഞ്ഞേക്കുന്നത്. ഈ പറഞ്ഞ ദൈവം ഈ ബൈബിളിന് യാതൊരു മാറ്റവുമില്ല, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാനിങ്ങനെ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് വാക്യങ്ങൾ തരും. ഞാനതിൽ വിശ്വസിച്ച് തീർച്ചയായിട്ടും ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ഇനി അടുത്ത ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞ്, എൻ്റെ പിതാവ് ഇടക്കിടക്ക്, പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ വീട്ടിലായതുകൊണ്ട് എൻ്റെ പിതാവ് ഇടക്കിടക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ പോലും അടുത്തുള്ളവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ പോലും പിതാവ് എന്നെ അമ്മേനെയും കിടത്താറില്ലായിരുന്നു. പിന്നെ ബഹളമാണ്. ആ വീട് കത്തിക്കാൻ നോക്കും. വീട്ടില് ഞങ്ങള് അടുത്തുള്ളവർ തരുന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു, ഒന്നും പറയണ്ട, ദൈവം നിങ്ങളെ രക്ഷിക്കും. അപ്പൊ അച്ഛന്റെ മദ്യപാനം എല്ലാം മാറ്റും, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, ദൈവം എല്ലാ പ്രശ്നം, അതിനാണ് ദൈവം നിന്നോട് പറഞ്ഞ മുൻപേ അവന്റെ രാജ്യവും നിധിയും അന്വേഷിപ്പിനെല്ലാം തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തന്നിരിക്കും. ഇനി മുൻപോട്ട് പോകരുത്, അല്ല മറിച്ച് നീ പുറകോട്ട് പോകരുത്, ആരുടെയും വാക്ക് കേൾക്കരുത്. ഇനി പലരും വന്ന് നിന്നോട് പറയും ഇങ്ങനെ പോകരുത് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് പറയും, നീ അതൊന്നും കേൾക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ദേശത്ത് ഭയങ്കര വിഷയമായി. ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന്, അച്ഛൻ അമ്പലത്തിലെ സെക്രട്ടറി ആയിരുന്നു, ഭയങ്കര വിഷയമായി. അമ്പലത്തിൽ നിന്ന് അവരെല്ലാവരും വന്ന് പറഞ്ഞ്, നിങ്ങൾ ഇനി മരിച്ചാൽ നിങ്ങളെ ഞങ്ങളുടെ അമ്പലത്തിൽ കയറ്റില്ല. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണം, ഇനി തിരി തുടരാൻ പറ്റില്ല, നിങ്ങൾ വേറെ മതത്തിലോട്ട് ചേർന്നു. ഇത്രയും പറഞ്ഞപ്പോൾ അച്ഛൻ മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഒരു ദിവസം അച്ഛൻ ഉള്ളപ്പോഴാണ് അമ്പലത്തിലെ ആൾക്കാർ വന്നത് പറയുന്നത്. അപ്പൊ അച്ഛൻ മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും നാളും കഷ്ടത്തിൽ കിടന്നു, പട്ടിണി കിടന്നു, പല പ്രാവശ്യം അമ്പലങ്ങളിൽ കയറി ഇറങ്ങി, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ കടങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നേർച്ച തന്നു, താലമെടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും ഒരു പ്രാവശ്യം പോലും ഈ കഷ്ടത്തിൽ നിങ്ങൾ ആരും വന്ന് ഞങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചില്ല. പട്ടിണിയാണെങ്കിൽ അത് മാറ്റി, ഒരു പ്രാവശ്യം നിങ്ങൾ അരി മേടിക്കുന്നു ഒന്നും പറഞ്ഞില്ല. എൻ്റെ പിതാവിന്റെ കുടി, മദ്യപാനം എല്ലാവർക്കും അറിയാം. ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ഉപദേശിക്കാനോ ഒന്നിനും വരണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ അയക്കൂ എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ കിടന്നു വന്നു. ആ ദൈവദാസൻ അച്ഛനോട് സുവിശേഷം പറഞ്ഞു. പിന്നെ അച്ഛൻ ആദ്യമൊക്കെ എതിർത്തു, എങ്കിലും അച്ഛൻ പറഞ്ഞപ്പോൾ അന്ന് ചെറിയ വീഡിയോ ഒക്കെ അച്ഛൻ വലിക്കുന്നത്. അപ്പൊ ആ പാസ് വന്നിട്ട് വീട്ടിൽ വന്ന് അച്ഛനോട് സുവിശേഷം പറഞ്ഞപ്പോൾ പാസ് ചോദിച്ചു, ഈ ഒരു ചെറിയ മുറിയിൽ മുകളിൽ പോലും ഓല പോലും ഇല്ലാത്ത ഈ ഒരു കുഞ്ഞു വീട്ടിൽ ഈ കൊച്ചൊക്കെ കിടക്കുമ്പോഴും അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ കുടിച്ച് പിന്നെയും അലമ്പുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞപ്പോൾ അപ്പൊ ഞാനും അമ്മയും കൂടി പ്രാർത്ഥിക്കാന്, ആ ചേച്ചി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ വന്ന് ഈ അച്ഛനോട് പാസ്റ്ററുടെ വൈഫും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ പിതാവ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തും, പക്ഷെ അച്ഛൻ വേണം അതിന് ഒരു മുൻകൈ എടുക്കാനായിട്ട്. അപ്പൊ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പാസ്റ്റർ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഈ പിള്ളേർക്ക് സമാധാനം കൊടുക്കണം, ഈ അവസ്ഥയെല്ലാം മാറണം. അതുകൊണ്ട് അച്ചായൻ വിചാരിച്ചെങ്കിലേ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായൻ പറഞ്ഞു, ശരി എന്നാൽ പാസ്റ്റർ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പാസ്റ്റർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള അത് വാചകം ചൊല്ലിക്കൊടുത്തു. അച്ഛൻ അത് ഏറ്റു പറഞ്ഞു. അച്ഛൻ അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോകൾ എല്ലാം താഴ്ത്തി വെച്ചു. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ ആരോടും പറഞ്ഞില്ല എങ്കിലും എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കുടിച്ച് പഠിച്ചത് കൊണ്ട്, അതെനിക്ക് നിർത്താൻ വയ്യാത്തത് കൊണ്ട്, പിള്ളേരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പല പ്രാവശ്യവും മാറിപ്പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് മനസ്സിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ കാരണം കാണാതെ പോയ എൻ്റെ മോൻ തിരിച്ചു വരണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. പാസ്റ്റർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങളോട് ചോദിച്ച് നമുക്ക് ഒരുമിച്ച് ആ പ്രാർത്ഥനയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് അടുത്ത ഞായറാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞ് ഈ ആഴ്ച ഞാൻ വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്നെ കാണിച്ചിട്ട് പറഞ്ഞ് ശോഭയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പാസ്റ്ററുടെ വൈഫ് പറഞ്ഞു, എന്നാൽ ശനിയാഴ്ച ഞാൻ വൈകിട്ട് വരാം, എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ അങ്ങ് ഇറങ്ങി പോയി. അങ്ങനെ പിറ്റേ ആഴ്ച ഞായറാഴ്ച ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പോയി. ഞാൻ പള്ളിയിൽ ചെന്ന് ഞാൻ എൻ്റെ കാല് പള്ളിയുടെ താഴെ ചവിട്ടിയപ്പോഴും അവിടുത്തെ ഒരു പാസ്റ്ററുടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. പാസ്റ്റർ ഓടി വന്ന് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, മരണത്തിന് വേണ്ടി കൊതിച്ചു. എന്നെ ആദ്യമായിട്ട് കാണുന്ന പാസ്റ്ററൊക്കെ മരണത്തിന് വേണ്ടി കൊതിച്ചു. ജീവിതം മടുത്തു, സഹിച്ചിരിക്കുന്ന ഒരു ദൈവപതിലാണ്. പക്ഷേ നീ ദൈവത്തിന് വേണ്ടി ഏറ്റുകൊടുത്താൽ, യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിലെ വാക്യം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവം നിന്നെക്കുറിച്ച് വലിയത് ചിന്തിക്കുന്നു. നീ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ വീടിനെ പണിയും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. പക്ഷേ പ്രതികൂലം ഒരുപാട് നിന്റെ മുൻപിലുണ്ട്. ക്ഷീണിച്ചു പോകാതെ നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ദേശത്ത് മാനിക്കും എന്ന് പറഞ്ഞു. പാസ്റ്ററുടെ വൈഫ് എന്നോട് പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അന്ന് ആ പാസ്റ്ററിന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തലയിൽ നിന്ന് ഒരു വലിയൊരു ഭാരം എന്ന് പറഞ്ഞ ഒരു കല്ലിറങ്ങിപ്പോകുന്ന പോലെ എൻ്റെ മനസ്സിന്റെ ഭാരം എല്ലാം അങ്ങ് മാറിപ്പോയി. സമാധാനം കിട്ടാനും ദൈവം എനിക്കിടയാക്കി തന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഹിന്ദുക്കൾ ഒരുപാട് പേര് പള്ളിയിൽ വരുന്നുണ്ട്, അച്ഛനും കൂടി വാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ്, പെട്ടെന്ന് ഞാൻ വരുന്നില്ല, നീ അമ്മയും കൂടി പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ ഞാനും അമ്മയും കൂടി പോയി. എൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു എൻ്റെ ആങ്ങള മടങ്ങി വരാനായിട്ട്. കാരണം അപ്പോൾ 10-15 വർഷം കഴിഞ്ഞു, എൻ്റെ ആങ്ങള എവിടെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന് ഏകദേശം എൻ്റെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പ്രാർത്ഥനയ്ക്ക് വന്നു, എൻ്റെ അമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അച്ഛൻ പള്ളിയിൽ പറഞ്ഞു, എൻ്റെ മോനെ മടക്കി വരുത്തണം, അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം പകരം വേറെ ഫിഷിംഗ് ബോട്ടിലാണ് അച്ഛൻ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം ജപ്തി ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ആ വേറെ ബോട്ടിൽ ഡ്രൈവറായിട്ട് പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരുന്ന് പറഞ്ഞു, ഞാനിനി ആ ബോട്ടിൽ പോകുന്നില്ല, പോയാൽ എനിക്കിനിയും കുടിക്കാനായിട്ട് തോന്നും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ, എൻ്റെ മോനെ ഞാൻ കാരണം ഓടിച്ച് എൻ്റെ മോൻ മടങ്ങി വരണമെന്ന് പറഞ്ഞു. പാസ്റ്റർമാരെല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം, പക്ഷെ അച്ഛൻ വിശ്വസ്തനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ്, ഞാൻ നിന്നോളാം, ഞാനും എൻ്റെ മോളും ഭാര്യയും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കാൻ പോയി. ദേശത്ത് പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ചുറ്റുപാട് ഞങ്ങളെ കളിയാക്കലും, എൻ്റെ ചെറുപ്പമാണ്, ഏകദേശം 16 വയസ്സൊക്കെ ഉള്ളൂ എനിക്ക്. അപ്പം ചുറ്റുപാട് പ്രശ്നം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർമാർ വരുമ്പോൾ അവർ അടുത്തുള്ളവർ കല്ലെറിയും, വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ അവരൊന്ന് കളിയാക്കും, പ്രാർത്ഥിക്കും. പക്ഷെ ഇതൊന്നും എൻ്റെ മനസ്സിനെ ഇതൊന്നും ആ ചേച്ചിയെല്ലാം നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നോണ്ടും എനിക്ക് വേണ്ടി ദേവദാസന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും എൻ്റെ മനസ്സിനതൊന്നും ബാധിച്ചില്ല. ഞാൻ ചിന്തിച്ചൊറ്റ കാര്യം, ഇത്രയും വർഷം ഈ ദേവന്മാരെയും ദൈവമാരെയും വിളിച്ചിട്ട് ആരും കേൾക്കാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട്, ഒരു ദൈവം ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു യേശു ഉണ്ടെന്ന് മനസ്സിലാക്കി
ആക്കിയത് കൊണ്ട് പിന്നെ ആ ഒരു പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാട് വരുന്ന പ്രശ്നങ്ങളോ ഒന്നും എന്നെ ദൈവം ബാധിച്ചില്ല. ദൈവം എനിക്ക് കൃപ തന്നു, ദൈവം എനിക്ക് ശക്തി തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ പാസ്റ്റർമാർ പറയുമായിരുന്നു, നമ്മളെ എത്ര നിന്ദിച്ചാലും എത്ര ഉപദ്രവിച്ചാലും ഒന്നും തിരിച്ചു പറയരുത്, മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾ അവരുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളെ കൂടുതലായിട്ട് എന്നെ കളിയാക്കുന്നവരുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ എന്ന് പറയുന്ന 2 സഹോദരന്മാരായിരുന്നു. അവർ സംശയം ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. ദൈവം സഹായിച്ച് ആ 2 പേരും ഇന്ന് ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവം അവർ 2 പേരെയും കർത്താവിന് വേണ്ടി വേർതിരിക്കാൻ ഒരു സാക്ഷിയായി നിൽക്കാൻ ഞങ്ങൾക്കൊരു വീടിന് കൂട്ടിന് വേണ്ടി അവരെയും കൂടി തന്നു. അവരുടെ വീട്ടിൽ ഭയങ്കര പ്രതികൂലമായിരുന്നു. പള്ളിക്കാര് ഞങ്ങളുടെ വീട്ടിൽ വന്നു. മോള് ദൈവത്തിൽ വിശ്വസിച്ചോ, നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്തോ, പക്ഷേ അടുത്തുള്ളവരോട് ആരോടും യേശുവിനെ കുറിച്ച് പറയരുത്. ആ 2 പേരും അവരുടെ വീടായിട്ട് അവര് പള്ളിയിൽ വരുന്നതാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അധികം വീട്ടിൽ നേരത്തെ തന്നെ ഒതുങ്ങി കൂടിയിരുന്നോണ്ട് അധികം അങ്ങനെ പറയാൻ വയ്യാത്തതുകൊണ്ട് ഈ സഹോദരന്മാര് തന്നെ പിന്നെ അവരോട് പറഞ്ഞു വാദിച്ചു. അച്ഛന്മാരോടും അവിടെ വരുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു. അവര് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി. അപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിന് പകുതി ഒരു ആശ്വാസം ആയി ഇവര് ഇറങ്ങിയതുകൊണ്ട്. എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 10-12 വർഷം കഴിഞ്ഞു. എൻ്റെ ചേച്ചി തിരിച്ചു വന്നു. എൻ്റെ ചേച്ചി അവിടുന്ന് ജോലി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ ഞാനിങ്ങനെ വിശ്വാസത്തിലായെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ചേച്ചി പറഞ്ഞു, കഷ്ടതയൊക്കെ എല്ലാവർക്കും വരും, പക്ഷേ മതം മാറി വേറൊരു സ്ഥലത്തോട്ട് പോരുമോ? ഞാൻ പറഞ്ഞു, ഒരു മതം മാറിയില്ല. അച്ഛൻ്റെ പേര് രാഘവൻ എന്നാണ്, അമ്മയുടെ പേര് കാർത്തിയായനിയാണ്, എൻ്റെ പേര് ശോഭയാണ്, ചേട്ടൻ പ്രസാദ്, വത്സ, കാഞ്ചന. ഞാൻ പറഞ്ഞു, ഇവർക്ക് ആർക്കും ഒരു പേരിനും ഒരു മാറ്റം വന്നില്ല, ഞങ്ങൾ ഒരു മതത്തിലോട്ടും ചേർന്നില്ല. പക്ഷേ ചേച്ചി, നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടതയ്ക്ക് ഒരു പരിഹാരം നമ്മളെ ചേച്ചി തന്നെ എത്ര പ്രാവശ്യം മരിക്കാൻ പോയി. പക്ഷേ ഞാൻ യേശുവിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ രാത്രി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ശരി, നിന്റെ വിശ്വാസം പോലെ നീ ചെയ്തോ, ഞാനില്ല എന്ന് പറഞ്ഞു. ചേച്ചി മാറി നിന്നു. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഞങ്ങൾ ഉപവസിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 14 വർഷത്തിന് ശേഷം എൻ്റെ ആങ്ങള ഒരു കത്ത് വിടുന്നു. വീട്ടിലേക്ക് ഒരു കത്ത് വിട്ടു. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ കുടുംബ വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കത്ത് വിട്ടു. കത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടോ? അച്ഛൻ എങ്ങനെയാണ്? ഇപ്പോഴും കൂടി തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ അത് നിങ്ങളെങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ വരണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് തിരിച്ച് മറുപടി വിട്ടു, ചേട്ടാ, ഞങ്ങളിങ്ങനെ യേശുവിനെ കണ്ടു, അച്ഛൻ്റെ കൂടി മാറി കിട്ടി, അതുകൊണ്ട് നമ്മുടെ വീടിന് സമാധാനം കിട്ടി. അച്ഛൻ കുടിക്കുന്നില്ല, വീട്ടിൽ പ്രാർത്ഥനയാണ്, കുടുംബത്തിൽ ഞങ്ങൾ 3 പേരും കൂടെ സമാധാനത്തോടെ ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, ചേട്ടന് വരാമെന്ന് പറഞ്ഞ് ഞാൻ ആ കത്തിന് മറുപടി വിട്ടു. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ചേട്ടൻ്റെ ഈ കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു സന്തോഷമായി. കാരണം 14 വർഷത്തോളം എവിടെയാണെന്ന് അറിയാത്ത ആങ്ങളനെ എൻ്റെ കത്താണെങ്കിലും വിവരം അറിയാൻ സാധിച്ചില്ല എന്ന്. അപ്പൊ ചേട്ടൻ ആ കത്തിന് മറുപടിയായിട്ട് ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് എൻ്റെ സാഹചര്യങ്ങളെല്ലാം ഞാൻ പറയാം, പക്ഷെ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരാമെന്ന് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ റോട്ടിൽ ഇറങ്ങിയപ്പോഴേ എല്ലാവരും പറയാൻ തുടങ്ങി, നിങ്ങളുടെ വീട് ക്രിസ്ത്യാനിയുടെ വീടായി, ഇനി അങ്ങോട്ട് പോകണ്ട, അവിടെ ഭയങ്കര പ്രശ്നമാണ്, പാട്ടാണ്, പ്രാർത്ഥനയാന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ്, അതിലെനിക്ക് സന്തോഷമുള്ളൂ. കാരണം സമാധാനം ഇല്ലാതെ ഞാൻ ഒളിച്ചു പോയതാണ്. പക്ഷെ ഇങ്ങനെ എൻ്റെ പെങ്ങളുടെ കത്ത് വന്നോണ്ട് ഞാനിപ്പോൾ തിരിച്ചു വരുന്നത്, അവളിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി എന്ന് പറഞ്ഞതുകൊണ്ടാണ് സമാധാനം കിട്ടി, അച്ഛൻ്റെ കുടി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിൽ വന്നു, അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ വീട്ടിൽ വന്നു. അച്ഛനാണെങ്കിൽ ചേട്ടൻ വരാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്ന് ചേട്ടന് ഉണ്ടായ അനുഭവം പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ചേട്ടനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സമയത്ത് ആണ് ചേട്ടൻ ഒളിച്ചു പോകുന്നത്, അച്ഛൻ്റെ തല്ലിൻ്റെ ഈ മർദ്ദനം കാരണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ഞാൻ എറണാകുളത്തേക്ക് പോയി, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പോയിരുന്നു. 10 പൈസ എൻ്റെ കയ്യിലില്ല, എന്നെ ആരും നോക്കാനില്ല, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ എന്നെ തല്ലി ഇറക്കി വിട്ടതാണ്. ഞാൻ SLCയുടെ ആദ്യത്തെ മോഡൽ എക്സാമിന് തോറ്റോടെ എന്നെ ഇങ്ങനെ അടിച്ചു, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നാന്ന് ചോദിച്ചു. അച്ഛൻ ചേട്ടനെ കൊണ്ടുപോയി പഠിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി എല്ലാം പഠിപ്പിച്ചു.
അവസാനം ലിഫ്റ്റ് മെക്കാനിക്കലായിട്ട് ഗൾഫിലോട്ട് പോകാൻ പോകുന്ന സമയത്താണ് എനിക്ക് വീട്ടിലോട്ട് കത്ത് വിടുന്നത്. ചേട്ടൻ പറഞ്ഞു ഞാനും രക്ഷപ്പെട്ടു. എന്നെ ഇങ്ങനെ പള്ളിയച്ഛൻ എന്നെ ഇങ്ങനെ എൻ്റെ ജീവിതം നന്നാക്കി തന്നു. അതുകൊണ്ട് സാരമില്ല, ഇനി നമുക്ക് സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളെ അവസാനം എനിക്ക് മനസ്സിന് വിഷമമായി, നിങ്ങളുണ്ടാ, നിങ്ങളെങ്ങനെയാണ്, അച്ഛൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കത്ത് വിട്ടത്. അതുകൊണ്ട് സമാധാനത്തോടെ എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ചേട്ടൻ ഞങ്ങളെല്ലാവരെയും കണ്ട് ഞങ്ങൾ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ചേട്ടൻ പോയി. അങ്ങനെ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾക്ക് ചേട്ടൻ പൈസ അയച്ചു തന്നു. ഞങ്ങൾക്ക് ദൈവം ഒരു ചെറിയ വീട് ആ ദേശത്ത് ആദ്യമായിട്ട് ദൈവം ഞങ്ങൾക്കൊരു വീട് തന്നു. അപ്പൊ ആ വീട് തന്നു. തറ കെട്ടിയിട്ട് കുറച്ചായിട്ടുള്ള ഏകദേശം പകുതി വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ വീടും ജപ്തി ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണേ. ആ വീട് ഇങ്ങനെ ജപ്തി ചെയ്യുന്നതും ഒരു ജീപ്പ് നിറച്ച് പോലീസുകാർ ഞങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതും അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് ചാടി കയറുന്നതും ഞാനും അമ്മയും കൂടി കരഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നതാണ്. ഞാനും അമ്മയും കൂടി കരഞ്ഞത്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്ന ഞങ്ങൾക്കൊരു വീടാണ്, അതുകൊണ്ട് ജപ്തി ചെയ്യരുത് എന്ന് എൻ്റെ അമ്മ സാറിന്റെ സർക്കിളിന്റെ കയ്യെ പിടിച്ച് കരയുന്ന ഞാൻ സ്വപ്നം കാണും. അപ്പൊ അമ്മ അങ്ങനെ കരയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ജപ്തി ചെയ്യണമെന്ന് ചെയ്തേ പറ്റുള്ളൂ, എങ്കിലും ഞങ്ങളെ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവരിറങ്ങി പോകുന്ന ഞാൻ സ്വപ്നം കാണും. അങ്ങനെ ഞാൻ വേഗം പിറ്റേ ഞായറാഴ്ച പള്ളി ചെന്ന് പാസ് ഒന്നും പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നിന്നെ ദൈവം രക്ഷിക്കും, അഥവാ ജപ്തി വന്നാലും അത് ദൈവം മാറ്റിത്തരാൻ ദൈവം ശക്തനാണ്, ഞങ്ങളോട് ഉപവസിക്കാൻ പറഞ്ഞു. സൈമൻ എന്ന് പറയും. ഉപവസിച്ചു, ഞങ്ങൾ ഉപവസിച്ചു. ഞാൻ ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റ് അന്ന് വൈകിട്ട് ഞാൻ കണ്ടതുപോലെ ഒരു ജീപ്പ് പോലീസുകാർ വരെ. അപ്പൊ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഒരു പക്ഷേ തകർന്നു പോകും. കാരണം വിശ്വാസത്തിൽ നിൽക്കുമോന്ന് അറിയില്ല. കാരണം അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തരണം ചെയ്യാൻ വേണ്ടി ദൈവം എനിക്ക് ആ സ്വപ്നം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ കണ്ടതുപോലെ ഒരു ജീപ്പ് പോലീസുകാർ ഞങ്ങളുടെ വീടിനകത്തേക്ക് കയറി വന്നു. ഞങ്ങളുടെ പ്രദേശം നിറച്ച് എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് മുഴുവനും ജനങ്ങളായി. ഇപ്പൊ അവരെല്ലാവരും പറഞ്ഞു ശോഭ സ്നേഹിച്ച യേശു ഇത്രയും നാളും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്നു, ഇപ്പൊ നമുക്ക് കാണാം, ഇപ്പൊ ജപ്തി ചെയ്തവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ ആ വീടിങ്ങ് പണിത് വരുന്നേ ഉള്ളു, ഇത്ര പൊക്കം പോലും ആയിട്ടില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ഭയങ്കര പ്രതീക്ഷയാണ്, ഇപ്പൊ നമുക്ക് കാണാന്ന് പറഞ്ഞ് ജനം കാത്തിരിക്കുമ്പോൾ ഞാൻ കണ്ടതുപോലെ ഈ ജീപ്പിലെ പോലീസുകാരെ ഞങ്ങളുടെ വീടിനകത്തോട്ട് കയറി വന്നു. അങ്ങനെ അവര് പറഞ്ഞു വീട് ജപ്തി ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും ഞാൻ കണ്ടതുപോലെ തന്നെ അമ്മ സാറിന്റെ പറഞ്ഞു, സാറേ വീട് ജപ്തി ചെയ്യരുത്, ഞങ്ങള് ഒരുപാട് കഷ്ടതയും പട്ടിണിയൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കൊച്ചി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വീട് ദൈവം തന്നേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പോലീസുകാരൻ പറഞ്ഞ് അമ്മച്ചി ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി പോകുന്നു പറഞ്ഞു. ഞാൻ സാറേ ചെയ്യരുത്, കാരണം ഞങ്ങൾ ഈ അടുത്താണ് ഇങ്ങനെ ഒരു വീട് വെച്ചേക്കുന്നത്, ഒരുപാട് കഷ്ടതയും പട്ടിണിയുടെ നടുവിലെ ഞങ്ങൾക്ക് ഈ വീട് കിട്ടി, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വേഗം സർക്കിൾ പോലീസുകാരോട് അതിനോട് പറഞ്ഞേ ഒരു കാര്യം ചെയ്യും, ഒരു വെള്ള പേപ്പറൊന്ന് എഴുതിത്താ, പക്ഷെ പുറത്ത് ജനങ്ങൾ നിൽക്കുകയാണ്, ഒരു മനുഷ്യൻ അറിയരുത്, നിങ്ങൾ ഇതിനകത്ത് ഒന്ന് എഴുതി സൈൻ അടിയിൽ ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ എഴുതിക്കോളാം, പക്ഷെ ഇവിടെ എന്താ നടന്നതെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞു. നേരത്തെ ചെയ്ത ജപ്തിയുടെ ബാക്കിയായിട്ട പൈസ തികയാതെ വന്നതുകൊണ്ടാണ് ഇപ്പൊ ജപ്തി ചെയ്യുന്നതെന്നാ പറഞ്ഞത്. ആ ഫിഷിംഗ് ബോട്ടിന്റെ പൈസ തീർന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, അതുകൊണ്ട് ജപ്തി വന്നെന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്, മുമ്പത്തെ ജപ്തിയുടെ ബാക്കിയായിട്ട്. അപ്പൊ ഞങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടും ജപ്തി ചെയ്ത് ബോട്ടും ജപ്തി ചെയ്തെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് അവനൊരു പ്രതീക്ഷയില്ല, ഇനി ഒരു ജപ്തി വരും എന്നുള്ള ഒന്നും ഇല്ല, കാരണം അത് തീർന്നെന്ന് ഓർത്തിരിക്കെ. ആ സമയത്താണ് നേരത്തെ ചെയ്തതിന്റെ പൈസ തികയാതെ വന്നതിന്റെ പലിശയാണെന്നും പറഞ്ഞാണ് ഇപ്പൊ ഞങ്ങൾക്ക് വന്നേക്കുന്ന വീടിന്റെ ആ പണി ജപ്തി വന്നേക്കുന്നത്. അങ്ങനെയാണ് പോലീസുകാർ പറഞ്ഞത്. അവർ പേപ്പറും കൊണ്ട് ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ അത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം പോലീസ് പറഞ്ഞ ഒരു പേപ്പർ എഴുതിയിട്ടും പറഞ്ഞ് ഇതിന്റെ അടിയിൽ എഴുതി ഒപ്പിട്ടുതാ, ബാക്കി ഞങ്ങൾ എഴുതാനുണ്ടല്ലോ എഴുതി, പക്ഷെ ഇവിടെ എന്താ നടന്നെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്നും ഒന്നും പുറത്തറിയരുത്, ഞങ്ങളുടെ ജോലി പോകും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പുറത്ത് മനുഷ്യർ കാത്തു നിൽക്കുകയാണ്, ഇവിടെ നടന്നത് എന്താണെന്ന് അവരോട് പറയരുത്, നിങ്ങൾ പറഞ്ഞാൽ മതി, അച്ഛനില്ലാത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ജപ്തി ചെയ്തില്ല, അച്ഛൻ വരുമ്പോ ജപ്തി ചെയ്യുമെന്ന് അവരോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ ഇവര് അതും പറഞ്ഞ് എന്നെ കൊണ്ട് അമ്മേനെ കൊണ്ടും ആ വെള്ള പേപ്പറിൽ സൈൻ ചെയ്യിച്ച് ഇവരങ്ങ് പോയി. അവിടെ നിന്നിരുന്ന എല്ലാവരും കൂടെ വീട്ടിലോട്ട് കയറി വന്ന് എന്താണ് ജപ്തി ചെയ്യാഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പറയാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞ് യേശു രക്ഷിച്ച്, ഇനി ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. അച്ഛൻ വരുമ്പോഴേ ഇനി ജപ്തി നടക്കുള്ളൂ. ഇപ്പൊ തൽക്കാലം ജപ്തി ഇല്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ വേഗം അതിലിരുന്ന് ഒരാൾ പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ, ശോഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ല, ഇത്രയും ഒരു ജപ്തി ഒഴിവാക്കിയേക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്നാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പോലീസുകാർ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞായിരുന്നു അച്ഛൻ വരുമ്പോ കോടതിയിലേക്ക് വരാൻ പറഞ്ഞെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ ചെന്ന് അതിന് സൈൻ ചെയ്ത് കൊടുത്ത് ദൈവത്തിന്റെ സഹായം കൊണ്ട് ആ ജപ്തി ഒഴിവായി കിട്ടി. അതിനുശേഷം വീട് പണിത് വീട് പണിത് വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി ഞാൻ 10 ദിവസം ഉപവാസത്തിന്റെ ലാസ്റ്റത്തെ ദിവസം എൻ്റെ മൂത്ത ചേച്ചിയും കൂടെ പള്ളിയിൽ ആരോടും പറയാതെ പള്ളിയിൽ ചേച്ചി കടന്നു വന്ന് ചേച്ചിയും വന്ന് അന്ന് 10-ാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് സ്നാനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ട് എൻ്റെ അച്ഛൻ വേറെ ഒരു ആത്മീയാത്രയുടെ KPN ബോട്ടിൽ അച്ഛന് ഡ്രൈവറായിട്ട് അച്ഛന് ജോലി കിട്ടി. അച്ഛൻ അവിടെ ചെന്ന് അവിടെ സ്നാനപ്പെട്ട് അങ്ങനെ ഞാനും അമ്മയും ചേച്ചി ആ ചേച്ചിയുടെ പ്രതികൂലങ്ങളെല്ലാം മാറി എൻ്റെ ചേച്ചിയും അമ്മയും ഞാനും കൂടെ ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ട് ദൈവം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ വെച്ച് പരിഹാരം തന്ന്. രണ്ടാമത് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദേശത്ത് ദൈവം ഞങ്ങളെ മാനിക്കും. ഞാൻ വിളിച്ച യേശു ആരെന്ന് ജനം അറിയണം, അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ ദേശത്ത് മാനിക്കണം. ഞങ്ങളുടെ ഓരോ കഷ്ടതയും ദൈവം ഇല്ലാതെ ആക്കി. ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് ജപ്തി വന്ന് ചേട്ടൻ തിരിച്ചു വന്നതോടുകൂടി എല്ലാവർക്കും ഞങ്ങളിലൊരു വിശ്വാസമായി. കാരണം ഞാൻ വിളിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ പ്രശ്നത്തിന് അവർ കാണുകയെ ദൈവം ഞങ്ങൾക്ക് നന്മ തരാൻ തുടങ്ങി. മുൻപേ നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതൊക്കെ നൽകിത്തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ജനം കാണണം ഞങ്ങൾ ഈ തകർന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലഭിച്ചതെന്ന് ജനം കാണണം. അങ്ങനെ ഒന്നൊന്നായി ഞങ്ങൾക്ക് ദൈവം വീട് തന്നു. നഷ്ടപ്പെട്ട വീട് ദൈവം ഞങ്ങൾക്ക് അവിടെ വെക്കാൻ സാധിച്ചു. എൻ്റെ മൂത്ത ചേച്ചി വിശ്വാസത്തിൽ വന്നു. ചേച്ചി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രതീക്ഷയില്ല. നമ്മൾക്ക് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ പൈസ ഒന്നുമില്ല. വീട് ആങ്ങളെ വെച്ച് തന്നാണ്, വേറെ യാതൊരു വഴിയില്ല. അച്ഛനും KPN ബോട്ടിൽ പോയി നിസ്സാരമായിട്ടുള്ള വരുമാന മാർഗമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കഷ്ടതയും പട്ടിണിയെല്ലാം മാറി. പക്ഷേ കല്യാണത്തിന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങളുടെ അടുത്ത് ഇല്ലായിരുന്നു. ചേച്ചി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ചേച്ചിക്ക് ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ വേണം. നടക്കില്ല എന്നറിയെങ്കിലും ഞങ്ങൾ അത് വിശ്വാസത്താല് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ചേച്ചിക്ക് ദൈവം ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ, റേഷൻ ഇൻസ്പെക്ടറെ, പ്രതീക്ഷയ്ക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചേച്ചിക്ക് പെട്ടെന്ന് ഒരു കല്യാണക്കാര്യം വന്ന് ചേച്ചിയുടെ കല്യാണം നടന്നു. ദൈവം നടത്തി ഭംഗിയായി. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ അമ്പലത്തിലും അവിടെ എല്ലാം പറയുമായിരുന്നു മരിച്ചാൽ അടക്കില്ല. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും പ്രായമായി. അപ്പൊ അവരെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇതിന് സാക്ഷ്യം ദൈവം ഞങ്ങളുടെ ദേശത്ത് തന്നെ തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കല്യാണം ഞങ്ങളുടെ ആ ദേശത്ത് തന്നെ പള്ളിയിൽ വെക്കാതെ പാസ്റ്റർ പള്ളിയിൽ വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എങ്ങനെയാണ് നമ്മുടെ കല്യാണം നടക്കണമെന്നും ദൈവം ഞങ്ങളെ ഇത്രത്തോളം രക്ഷിച്ച് എങ്ങനെയാണെന്നും ഇവിടെ ഉള്ളവർ അറിയണം. അതിനുവേണ്ടി ആ ദേശത്ത് തന്നെ ചേച്ചിയുടെ കല്യാണം ദൈവം ഭംഗിയായി ആർഭാടമായി, ഒരു പൈസ പോലും ചേട്ടൻ പൈസ ചോദിക്കാതെ ദൈവം ഭംഗിയായി ചേച്ചിയുടെ കല്യാണം നടത്തി തന്നു. ചേച്ചിയുടെ കല്യാണം നടത്തി തന്നിട്ട് 6-ാം മാസം എൻ്റെ കല്യാണം നടത്താൻ സ്വപ്നം പോലും കാണാൻ, എനിക്കൊരു കല്യാണം എന്ന് പറഞ്ഞ് സ്വപ്നം പോലും കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥാനത്ത് 6-ാം മാസത്തില് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. എനിക്ക് ഹസ്ബൻഡ് പപ്പയും കൂടെ വന്ന് ഒരു പൈസയും വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റ മാസം കൊണ്ട് ആദ്യമായിട്ട്, എന്നെ ആരും വേറെ കല്യാണമൊന്നും ആലോചിച്ചില്ല. ഒറ്റ മാസം കൊണ്ട് അച്ഛൻ്റെ പപ്പയും കൂടെ വന്ന് എൻ്റെ കല്യാണം 1 മാസം കൊണ്ട് കല്യാണം നടത്തി. അത്രയും ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ദേശത്ത് സകല ഞങ്ങളുടെ ചുറ്റുപാട് ഞങ്ങൾ ആരെല്ലാം നിന്ദിച്ചോ, ആരെല്ലാം പഴിച്ചോ, ആരെല്ലാം ഞങ്ങളെ കളിയാക്കിയോ, കല്യാണം പോയിട്ട് ഞങ്ങളുടെ കഷ്ടത അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടിണി മാറില്ല, അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെയെങ്കിലും ഞങ്ങൾ പെൺപിള്ളേരായതുകൊണ്ട് ഏതെങ്കിലും വഴിയിൽ മാറി ഇറങ്ങി എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ ലോകത്തിന്റെ അങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിരുന്ന എല്ലാവർക്കും അത്ഭുതമായി. ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ എല്ലാവരും വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറയും, ഇങ്ങനെ ഒരു യേശുവിനെ നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ജീവിക്കില്ല.
നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നല്ല വഴി നല്ല. അപ്പൊ നീ ഇറങ്ങി നീ വിളിച്ച ആ യേശു നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു, നിന്റെ ആങ്ങളനെ മടക്കി വരുത്തി, എൻ്റെ പിതാവിനെ മാനസാന്തരപ്പെടുത്തി. ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം അങ്ങനെ നടന്നു, പക്ഷെ എൻ്റെ കല്യാണം നടക്കാൻ ഒരു സാധ്യതയില്ല. ആ സ്ഥാനത്ത് എൻ്റെ കല്യാണം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീടുകളിൽ വന്ന് യേശുവിനെ കുറിച്ച് കേൾക്കാനും, പിന്നീട് ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആരും ഒന്നും പറയാതെ ഒരു ഏകദേശം ഒരു 4 കുടുംബത്തോളം കർത്താവ് ഞങ്ങൾക്ക് ആ ദേശത്ത് കൂടെ പ്രാർത്ഥിക്കാൻ ദൈവം ഇറക്കി തന്നു. ഞാൻ എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയും, ഒരു പൈസ ഞങ്ങൾ നേരത്തെ അമ്പലത്തിൽ കൊടുത്തതുപോലെ കൊടുത്തില്ല. ഞങ്ങളൊന്നും അങ്ങോട്ടൊന്നും കൊടുത്തില്ല. ഒരു അർഹതയില്ല, ഒരു യോഗ്യതയില്ല. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ച യേശു കണ്ടു. ബൈബിള് അപ്പൊ എൻ്റെ അടുത്തുള്ള സുവിശേഷം പറയുന്ന എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു, യേശു മനുഷ്യനെ രക്ഷിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ മതം മാറണ്ട, പേര് മാറണ്ട, നമ്മൾ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ, കാരണം അതുവരെ ഉണ്ടാവുന്ന മനസ്സിലൊരു മാറ്റം. അപ്പൊ അങ്ങനെ പറഞ്ഞ എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരത്തി ഗീത എന്ന് പറഞ്ഞ അവളും വിശ്വാസത്തിൽ വരാനിടയാക്കി. അങ്ങനെ ഏകദേശം ഒരു 4 സഹോദരന്മാർ അവരുന്ന് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർമാരായി. ഇതിനെല്ലാം വഴിയൊരുക്കി തന്ന ഈ യേശു. കല്യാണം കഴിഞ്ഞു, എനിക്ക് 2 പിള്ളേരെ ദൈവം തന്നു. മൂത്തയാള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇളയാളിന് ജോലി ആയില്ല. അപ്പൊ ഇതിനെല്ലാം സാക്ഷി, ഇതിനെല്ലാം ദൈവം നൽകി തന്നെ, അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് തന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹസ്ബൻഡിനെ ദൈവം തന്നു. ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ജോലിയോട് കൂടെ തന്നെ ശുശ്രൂഷയ്ക്ക് എല്ലായിടത്തും വിളിക്കുമ്പോൾ പോകും. അങ്ങനെ ഒരു കൺവെൻഷന് കോതമംഗലത്ത് ഞങ്ങൾ പ്രസംഗിക്കാൻ അച്ഛൻ ചെല്ലുമ്പോൾ അവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഈ പാസ്റ്റർ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട്, സിസ്റ്ററെ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, നമുക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാലോ, ഒരു കുഴപ്പമില്ല, ജനം അറിയുന്നത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹസ്ബൻഡും ഇപ്പൊ ചെറിയ അസുഖമൊക്കെ ആയിട്ട് ജോലിയെല്ലാം വിട്ടു, അസുഖമായിട്ട് വീട്ടിലിരിക്കുന്നു. ഞാനന്ന് പാസ് വിളിക്കുമ്പോൾ ഇന്നലെ പാസ് വിളിക്കുമ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. വൈകിട്ടാണ് വന്ന പാസ് ഓർക്കുന്നതൊക്കെ. ഞാൻ സത്യത്തിലെ സാഹചര്യം ഹോസ്പിറ്റലായിരുന്നു, ഡയാലിസിസിന്റെ അങ്ങനത്തെ ഒരു അവിടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെയൊക്കെ പാസ് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു അസുഖം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ കിട്ടുന്ന സമയം വചനമായിട്ട് വർക്കിന് പോകും. ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയോട് ചേർന്ന് ഞങ്ങൾ നിൽക്കുന്നു. കർത്താവിന്റെ ദാസനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വർക്കിന് പോകുന്നു. കഴിഞ്ഞ ആഴ്ചയും വർക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ അസുഖം വന്നുകൊണ്ട് തൽക്കാലം അച്ഛൻ അല്പം വിശ്രമത്തിലാണ്. അങ്ങനെ കൊച്ചുങ്ങളും അങ്ങനെ പിള്ളേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രയും കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മതമോ നമ്മളെ മാർഗമോ മറ്റ് ഏത് വിധത്തിൽ കൂടി നമ്മൾ മുൻപോട്ട് പോയി, ഏത് കഷ്ടത്തിന്റെ നടുവിൽ എത്ര ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും ആരിൽ കൂടി നമുക്ക് രക്ഷയില്ല. എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള ഒറ്റ വാക്യത്തിലുള്ള, ഒരു മതം മാറണ്ട, നമ്മുടെ ഹൃദയത്തിന് വരുന്നൊരു മാറ്റം. ആരാണ് ദൈവം? ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ യേശു എന്നെ രക്ഷിച്ചു. ഈ യേശു ഏത് കഷ്ടത്തിലായിരുന്നാലും, ഏത് മദ്യപാനത്തിന്റെ പ്രശ്നത്തിലായാലും, കടഭാരത്താലും, ഇന്ന് പല പ്രശ്നം ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട 100 സാഹചര്യം വന്നു. കാരണം പ്രതീക്ഷയില്ലാത്ത 100 സാഹചര്യം. പട്ടിണി, ആങ്ങളെ കാണാതെ പോയി, പിതാവ് ഇറങ്ങിപ്പോയി, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സാഹചര്യം മുൻപിലുണ്ട്. പക്ഷേ അവിടെ പിടിച്ചു നിർത്തിയത് ഈ യേശുവിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യേശു ആരെന്ന് എന്നെ അറിയിക്കാനും, ഞങ്ങൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കാനും, ഞങ്ങൾ നിമിത്തം ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടാനും ചില കുടുംബങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ആത്മഹത്യ ചെയ്യാതെ അന്ന് ദൈവം നിർത്തിയത്. അപ്പൊ ഇന്ന് ഞാൻ ചിന്തിക്കും, ഞാൻ അന്ന് അനുഭവിച്ച പ്രതികൂലങ്ങളും പ്രയാസങ്ങളും, ദേശത്ത് എനിക്ക് വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, പള്ളിയിൽ നിന്ന് ഈ ആൺപിള്ളേര് വന്നതുകൊണ്ട് അവരെ നിമിത്തമുള്ള പ്രശ്നം ഞാൻ അനുഭവിക്കണം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗീത എന്ന് പറഞ്ഞൊരു കൊച്ചെൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്ന് അവളുടെ വീട്ടിൽ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ചെറിയ കാവൊക്കെ പോലെ ഉള്ള ഒരു വീടായിരുന്നു. അവൾ ഇറങ്ങിയതുകൊണ്ട് അവരുടെ വീട്ടിലെ പ്രശ്നം എന്നെ ബാധിച്ചു. അവൾ പറഞ്ഞു എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ പിതാവ്
KP9 ബോട്ടിൽ ഓടിക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് ആരും അറിയാതെ ആ ഗീതേനെ ഞങ്ങൾ ആ ബോട്ടിൽ കയറ്റി ന്യൂ ഇന്ത്യയുടെ തമ്പിച്ചായൻ എന്ന് പറഞ്ഞൊരു അവരുടെ വീട്ടിൽ അന്ന് അവിടെ കൊണ്ട് ആക്കി. അപ്പം ഇത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അത് നിമിത്തം ഞാൻ ഒരുപാട് പ്രതികൂലം അനുഭവിച്ചു. കാരണം അവരുടെ വീട്ടുകാരെല്ലാം നേരം വെളുത്തപ്പോൾ ഗീതനെ കാണുന്നില്ല. അവരുടെ വീട്ടുകാരുടെ ബന്ധുക്കൾ, അവരുടെ സഭക്കാരെല്ലാം വന്ന് ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ കുത്തിയിരുന്നു. ശോഭ അറിയാതെ ഗീത പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാറില്ല. ആരെന്നെ തല വന്നാലും എന്നെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മിണ്ടാറില്ല. ഞാൻ ആദ്യം എന്നെ വിളിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞത് ഓർക്കും, എല്ലാ പ്രതികൂല വിഷയം വേണ്ടി സഹിച്ചാലേ ദൈവം നിന്നെ മാനിക്കോളൂ എന്ന് പറഞ്ഞു. എന്ത് പ്രതികൂലം വന്നാലും തിരിഞ്ഞു നോക്കരുത്, യേശുവിന് വേണ്ടി അവസാനം വരെയും ജീവിക്കണമെന്ന് പാസ്റ്റർ അന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായത് കൊണ്ടും പാസ്റ്റർമാരുടെ പ്രത്യേകിച്ച് ഞാൻ ഇവിടം വരെ എത്താൻ കാരണം ഞാൻ ആദ്യം പോയ എൻ്റെ സഭയിലെ ദൈവദാസന്മാരുടെ പ്രാർത്ഥന, അവരുടെ വിശ്വാസികളുടെ പ്രാർത്ഥന ഓരോ പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഉറപ്പിക്കും. അപ്പൊ അത്രയും ഇവിടം വരെ നിർത്താൻ കാരണം ആ ദൈവദാസന്മാരുടെയും അവരുടെ ദൈവമക്കളുടെയും വിലയേറിയ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഗീതയുടെ പ്രശ്നം വന്നപ്പോഴെല്ലാം എന്നെ പിടിച്ചു നിർത്തി ഒറ്റ കാര്യം അതായിരുന്നു, ഞാൻ വീടിൽ നിന്ന് പുറത്തിറങ്ങില്ല, വാതിലും തുറക്കാറില്ല. കാരണം ഇവർ വന്ന് വീട്ടിൽ മുമ്പിൽ ഭയങ്കര പ്രശ്നം, നാട്ടുകാരെല്ലാം കൂടി ശോഭ അറിയാതെ ഗീത പോയിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ മിണ്ടാതിരുന്ന് കുറച്ചാൾ കഴിഞ്ഞു അവളുടെ കല്യാണം വന്നപ്പോൾ ദേശം അറിഞ്ഞു. കാരണം അവളുടെ വിശ്വാസിയിൽ തന്നെ അവളെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മളെല്ലാം മനം മടുത്ത് ആത്മഹത്യ നമ്മുടെ മുൻപിൽ മാത്രം ഉള്ളെന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തില് നമ്മളെല്ലാവരും കൈവിട്ട ബന്ധുക്കളും ദേവന്മാരും സകലരും കൈവിട്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പേര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അവരോട് പറയണത്, നമ്മുടെ പേരിന് യാതൊരു മാറ്റം വരണ്ട, നമ്മളൊരു മതവും മാറണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സാഹചര്യം നോക്കാതെ, പ്രശ്നം നോക്കാതെ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉത്തരം ഞാനാണ്. ഞാൻ 100% ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങളെയും ദൈവം രക്ഷിക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരും മനം മടുത്തെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രശ്നം വരും. ഒരു പ്രശ്നങ്ങളോ ഒരു ബന്ധുക്കളോ ഒരു കൂട്ടുകാരോ ആരും നമ്മളെ സഹായിക്കില്ല. അവർ പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും നശിക്കാണാൻ വേണ്ടി മാറി നിൽക്കുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ആങ്ങളെ ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു. അവർ ബോംബെയിൽ സെറ്റിലാണ്. ചേട്ടൻ സൗദിയിലെ ഒരു അറബിയുടെ ഇവിടെ ജോലി ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ, ഒരു ദോഷം വരാതെ, ഒരു പൈസയ്ക്ക് ചെലവില്ലാതെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് മാനിച്ചു. ദേശത്ത് ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല സാക്ഷ്യം തന്നു. നമ്മൾ അവരുടെ എന്ത് പ്രശ്നം വന്നാലും, ഒരു എക്സാം വന്നാലും, ഒരു വീട്ടിൽ പ്രശ്നം വന്നാലും, കടം വന്നാലും, കല്യാണം കഴിക്കാൻ താമസിച്ചില്ലെന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അപ്പൊ ഇത്രയും നല്ലൊരു ദൈവത്തെ എൻ്റെ നല്ല പ്രായത്തിൽ കാണാനും ഇത്രയും അനുഗ്രഹങ്ങളെ തരാനും നല്ല ഒരു കുടുംബമായിട്ട് ഒരു ഫാമിലി ആയിട്ട് ദൈവത്തെ സേവിക്കാനും എല്ലാം കാരണമായത് ഈ യേശുവാണ്. പിന്നെ ഇങ്ങനെ ഒരു TV-യില് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്കൊരു പേടിയായിരുന്നു. പല സ്ഥലത്തും ഞാൻ എല്ലായിടത്തും പൊതുവെ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആദ്യമായിട്ടുള്ള ഒരു അവസരം, അതിന് പാസ്റ്റർ ദൈവത്തിന്റെ വലിയൊരു ദൈവദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ പാസ്റ്റർ എനിക്ക് അവസരം തന്നു. അതിനും ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഇന്ന് വൽക്കാലം കർത്താവിനെ സാക്ഷിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നതോർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചാവേ, അടിയന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളുടെ, പ്രയാസങ്ങളുടെ, പ്രതികൂലത്തിന്റെ ഒക്കെ നടുവില് സകല ദേവന്മാരും സകല മനുഷ്യരും കൈവിട്ടപ്പോൾ ഒരു യേശുവിനെ കാണുവാൻ, യേശുവിനെ സ്നേഹിപ്പാൻ ദൈവം എനിക്ക് തന്ന വലിയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാല കർത്താവെ, എൻ്റെ സാക്ഷ്യത്തെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഒന്നും വെറുതെ ആയി പോവാൻ ദൈവം സമ്മതിക്കരുതേ. ചിലരെങ്കിലും യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, കഷ്ടത്തിലായിരിക്കുന്ന, മദ്യപാനത്തിനടിമയായിരിക്കുന്ന, പ്രതികൂലത്തിലായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തോട് സംസാരിച്ച്, നല്ല രക്ഷകനെ യേശുവിനെ കാണുവാൻ കർത്താവെ അവരുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. വചനമൊന്നും വൃഥാവായി പോകാൻ ദൈവം സമ്മതിക്കല്ലേ. കർത്താവിന്റെ വിലയേറിയ ദൈവദാസന് കൂടി അവസരം തന്നതിനായി കർത്താവിനെ വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം എന്നെ ഹല്ലേലൂയ പ്രാപ്തിയാക്കിയതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കൃപയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം കർത്താവെ അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വത്തിനായി തിരുവാൻ സഹായിക്കണമേ.
ഇതുവരെയും അങ്ങയുടെ വിലയേറിയ സാന്നിധ്യം അടിയനോടും കർത്താവെ ഈ സാഹചര്യത്തിലും കൂടെ ഇരുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവ്വ ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും യോഗ്യനായ ദൈവകരത്തിന് സർവ്വ മഹത്വം അർപ്പിക്കുന്നു. യേശു പ്രാർത്ഥന കേട്ടതിനായ ദൈവത്തെ സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. യഥാർത്ഥത്തിൽ ആ പേര് അന്വർത്ഥമായത് ഇപ്പോഴാണ്. സ്തോത്രം. പേര് ശോഭ, ബോവസ്. ശോഭ എന്നാൽ പ്രകാശം, ബോവസ് അതൊരു വീണ്ടെടുപ്പുകാരൻ്റെ പേരാണ്. ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് അന്വർത്ഥമല്ല. ഇപ്പോഴാണ് ആ പേര് യാഥാർത്ഥ്യമായത്. ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ജനിച്ചു വളർന്ന സാഹചര്യവും ജീവിത നിലവാരവും ഭയങ്കര ബ്രൈറ്റായിരുന്നു, നല്ല ശോഭയായിരുന്നു. പക്ഷേ ആ ശോഭ അധികം നാൾ നിന്നില്ല. അതെല്ലാം അസ്തമിച്ചു പോയി, ഇരുണ്ടുപോയി. ഈ ലോകം നമുക്ക് തരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ധനവും മാനവും അതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വണ്ടി പോലീസ് വരിക, വീടിൻ്റെ വാതിൽക്കൽ നോട്ടീസ് ഒട്ടിക്കുക, വീട്ടു സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, അപ്രതീക്ഷിതമായി തിരമാലകൾ പോലെ, സുനാമി പോലെ ജീവിതത്തിലേക്ക് കയറി വരുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന, ജീവിതം പോലും നഷ്ടപ്പെടുത്തി ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആയിത്തീരുന്ന അനുഭവങ്ങൾ. ഇത് ഇപ്പൊ കർത്താവിൻ്റെ ദാസി സാക്ഷ്യം പറഞ്ഞത് കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം മാത്രമല്ല, നൂറുകണക്കിന് കുടുംബങ്ങളുടെ അനുഭവമാണ്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ അനുഭവമായി പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ഈ സമയത്ത് കർത്താവിൻ്റെ ദാസിക്ക് പറയാനിടയായി തോന്നുന്നത്. എത്രയോ കുടുംബങ്ങളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലാതെ മദ്യത്തിനടിമയാവുക, ആത്മഹത്യക്ക് വിധേയപ്പെടേണ്ടി വരിക, ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അടി, ഉപദ്രവം, പീഡനം, സാമ്പത്തിക നഷ്ടം, കഷ്ടപ്പാടുകൾ, തകർച്ച, എല്ലാ വിധത്തിലും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുക. അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും തല്ലുവാനും തിന്നുവാനും ഒക്കെയാ പിശാച് വരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാൻ, സമൃദ്ധിയായി സമാധാനം തരുവാൻ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ആ വാത്സല്യ കുടുംബത്തിൽ പിശാച് കയറി ഇറങ്ങി ഏതെല്ലാം വിധത്തിൽ ചണ്ടിക്കൂമ്പാരമാക്കി തീർക്കുവാൻ ശ്രമിച്ചു, അതുപോലെ ചെയ്തു. പിശാച് കയറി ഇറങ്ങുന്നിടം മുഴുവനും പിശാച് നശിപ്പിക്കും. അത് പല രൂപത്തിലും ഭാവത്തിലും. അത് ചിലപ്പോൾ വ്യക്തികളിലായിരിക്കാം, ചിലപ്പോൾ ഭവനത്തിനകത്തായിരിക്കാം, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലായിരിക്കാം. പിശാച് എവിടെ കയറി ഇറങ്ങുന്നോ ആ കുടുംബം മുഴുവനും ശൂന്യമാക്കി കളയും. നമ്മുടെ പ്രകാശത്തെ ഇരുളാക്കി കളയുന്ന പൈശാചിക മണ്ഡലം. അത് ഏത് കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും പ്രത്യേകതയൊന്നുമില്ല. അത് ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മുസ്ലിം എന്നൊന്നുമില്ല. പിശാചിന് അങ്ങനെ ജാതിയും മതമൊന്നും ഒരു വിഷയമേ അല്ല. പിശാച് എല്ലാവരെയും കയറി ആക്രമിക്കും. വിശുദ്ധന്മാരെ പോലും ദൈവമക്കളെ പോലും ആക്രമിക്കുവാൻ പിശാച് വട്ടമിട്ട് നിൽക്കുക, തക്കം പാർത്തിരിക്കുക. എത്രയോ എടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. എത്രയോ പെന്തക്കോസ്ത് സഭകളിൽ, ദൈവദാസന്മാരിൽ, ദൈവമക്കളുടെ ഇടയിൽ, സഭകളിൽ പിശാച് കയറി അതിനെ തകർത്തുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ
ഈ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയാതെ അവൻ നിർജീവമായിപ്പോ, ഇല്ല നനഞ്ഞ പടക്കം പോലായിപ്പോ. എത്ര വലിയ പടക്കമാണെന്ന് പറയുന്നത്, ബോംബുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നിർജീവമായി പോവുകയാണ്. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളും പരിപാടികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുത്തു കഴിയുമ്പോൾ ഈ പൈശാചിക മണ്ഡലങ്ങളെല്ലാം നിർജീവമായി പോവുകയാണ്. യേശു കർത്താവിൻ്റെ രക്തം അതിലേക്ക് ഒഴുകിയിറങ്ങി അവിടുത്തെ എല്ലാ തകർച്ചകളും മാറുക, മരണം മാറുക, ഇരുള് മാറുക, ഉണങ്ങിയ അസ്ഥിയുടെ അനുഭവങ്ങൾ മാറുക, പഴയ ഹൃദയം മാറുക, പഴയ ആത്മാവ് മാറുക, പഴയ സ്വഭാവം മാറുക, പഴയ ജീവിതം മാറുക, എല്ലാ അവസ്ഥയ്ക്കും മാറി ശവക്കുഴിയുടെ അനുഭവം മാറി ജീവങ്കിലേക്ക് കടന്നു വരുന്ന അനുഭവം, ഉണങ്ങിയ അസ്ഥി കൂമ്പാരത്തിൻ്റെ അവസ്ഥ മാറി ജീവനുള്ള ഒരു സൈന്യമായി മാറുന്ന അനുഭവം. സ്തോത്രം. കർത്തദാസിയുടെ ആ സാക്ഷ്യത്തിൽ ഉടനീളം പിശാച് തകർത്ത് തരിപ്പണമാക്കിയ ചില അനുഭവങ്ങളും അതിൽ നിന്നുള്ള ആ തിരിച്ചുവരവും ഒരുപോലെ സജീവമായിരുന്നു എന്ന് കാണാൻ കഴിയും. പിതാവിനെ, സഹോദരനെ, മറ്റേ കുടുംബാംഗങ്ങളെ, സഹോദരിമാരെ ഒക്കെ ആത്മഹത്യയ്ക്ക് ഒക്കെ പ്രേരിപ്പിച്ച പല നിലകളിൽ പിശാച് നശിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആദ്യം പ്രിയ ശോഭസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആമേൻ. ആ പ്രകാശം, ആ പേര് തന്നെ അവിടെ അന്വർത്ഥമാകുക, ആ ഭവനത്തിലൊരു വെളിച്ചമായി, ഒരു പ്രകാശമായി തീരുന്നു. പിന്നീട് ബോവസിൻ്റെ അടുക്കിലേക്കുള്ള ആ ഒരു വരവും സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അർത്ഥവത്തായ ഒരു പേര് കൂടിയാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു നിലയിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് വരുവാൻ, ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിദാസെ അനുഗ്രഹിക്കട്ടെ, സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേ. പ്രിയപ്പെട്ടവന് കർത്താവ് സൗഖ്യവും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രചോദനവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.